നമുക്കത് ട്രയൽ അല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, ജോസിന് കേൾക്കാലോ? ഹലോ ഹലോ. ഹലോ. ഓക്കെ ഓക്കെ. ആ ഓക്കെ. പാർട്ടിസിപ്പൻസ് മ്യൂട്ടാണോ അൺമ്യൂട്ടാണോ സാറേ? മ്യൂട്ടാണ്. നമുക്ക് പറയാലോ, തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ കൊറോണ കാലത്തെ അതിജീവിച്ച് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം തന്നെ മനോഹരമായി മുമ്പോട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിൽ ഒന്നായ ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്ങിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലെക്ചറർ ആയ ജ്യോതിസ് ജോർജ് ടീച്ചറാണ്. ടീച്ചർ അധ്യാപന രംഗത്തും GCDAയിലും LSGD, ഇറിഗേഷൻ തുടങ്ങിയ വകുപ്പുകളിലും പരിചയസമ്പത്തുള്ള വ്യക്തിയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി വളരെ ലളിതമായി എടുക്കുന്നതിന് ടീച്ചർ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആദ്യത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ജ്യോതിസ് ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. തേർഡ് സെമസ്റ്ററിലെ subject, first let us have an introduction about the importance of drawing. Drawing is said to be the language of engineers. Either drawing that is usually prepared by a client or an owner based on the existing rules for the requirements of existing rules for the requirement of a client or an കൂടാതെ തന്നെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ട്രക്ചറിന് വേണ്ടി മുടക്കേണ്ടി വരുന്ന മുതൽ മുടക്കിനെ പറ്റി അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് കോൺട്രാക്ടറിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഡ്രോയിങ് ആണ് കൺവേ ചെയ്യുന്നത്. ഇനി കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ പോലും ഒരു ലീഗൽ ഡോക്യുമെന്റ് എന്ന നിലയിലും ഇനി കൂടുതൽ എക്സ്പാൻഷൻ വേണമെങ്കിൽ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയും ഈ ഡ്രോയിങ് നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡ്രോയിങ്ങിന്, ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രോയിങ്ങിന് താഴെ പറയുന്ന റിക്വയർമെന്റ്സ് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ്, ഡ്രോയിങ് ക്ലിയർ ആയിരിക്കണം. ഷുഡ് ബി വെരി സിമ്പിൾ ആൻഡ് അറ്റ് ദി സെയിം ടൈം ക്ലീൻ ഡ്രോയിങ് ഷുഡ് ബി പ്രസന്റഡ്. ഇറ്റ് ഷുഡ് എഗ്രി വിത്ത് ദ ആക്ച്വൽ മെഷർമെന്റ്. അതായത് നമ്മുടെ ഡ്രോയിങ്ങിലെ മെഷർമെന്റും നമ്മുടെ that means for proper execution of the work at site should be available in the drawing. Only minimum notes to support drawing. That means drawings should be self-explanatory. In your drawing, explain sufficient space should be provided between the views. That means ഒരു ഡ്രോയിങ് ഷീറ്റിൽ നിങ്ങൾക്കറിയാം പ്ലാൻ ഉണ്ടാവും, സെക്ഷൻ ഉണ്ടാവും, എലിവേഷൻ ഉണ്ടാവും. ഈ ഡ്രോയിങ്ങിന്റെ ഇടയിൽ ആവശ്യത്തിന് സ്പേസ് ഉണ്ടാവും. എങ്കിൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ് ഡ്രോയിങ് ക്ലിയർ, സിമ്പിൾ, ക്ലീൻ ആണെന്നുള്ള ഒരു റിക്വയർമെന്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ് എന്ന സബ്ജക്റ്റിന്റെ കോഴ്സ് കോഡ് ഈസ് 304. 3 credits. As any other subject, this subject is also divided into 4 modules, and the main topic of each module is listed in the table. You can see the first module mainly deals with building components. Second and third module is about building planning and its drawing. The last module is about drawing service plan and the drawing of structures like culvert. For the first module, I mainly refer the textbook that is listed here. Textbook by Dr. H. Then Dr. Balagopal and T.S. Prabhu. Now, ഈ ഒരു കോഴ്സ് ഈ ഒരു സബ്ജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അച്ചീവ് ചെയ്യുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണ്, അതിനാണ് നമ്മൾ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത്. ലെറ്റ് us see the course outcome for this subject. Course outcome number 1 that is achieved after the completion of this first module, that one student will be able to identify the main components of a building.
Then the remaining course outcome 2, 3, and 4 is achieved only after the completion of second and third module. Upon completion of the last module, the student should achieve the course outcome number 5. ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കോഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് കുറച്ച് ബേസിക് നോളജ് ആവശ്യമാണ്. അതിനെയാണ് കോഴ്സ് പ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ബേസിക് നോളജ് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന സബ്ജക്റ്റിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് മെയിൻ ടോപ്പിക്കുകളായ ലെറ്ററിങ്, നമ്പറിങ്, ഡയമെൻഷൻ ഇതെല്ലാം ഓർമ്മ വേണം. സെക്കൻഡ് സെമസ്റ്ററിലെ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസിന്റെ പ്രിൻസിപ്പിൾസും ഓർമ്മയിലുണ്ടാവണം. അതുകൊണ്ട് താഴെ പറയുന്ന ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഫ്രഷപ്പ് ഒന്ന് റിമെമ്പർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട നമ്മൾ സാധാരണ A2 സൈസ് ഡ്രോയിങ് ഷീറ്റ് യൂസ് ചെയ്യും. ആ ഡ്രോയിങ് ഷീറ്റിനെ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്, അതിന്റെ ലേ ഔട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഇനി ഒരു ഡ്രോയിങ്ങിന് വേണ്ടി നമ്മൾ ഏതൊക്കെ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓരോ ലൈൻസും യൂസ് ചെയ്യേണ്ടത്, ഒരു ഡ്രോയിങ്ങിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ അതുപോലെ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ പ്രിൻസിപ്പിൾസും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ മറ്റ് സബ്ജക്റ്റുകളെ പോലെ വ്യത്യാസമുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അല്ലെങ്കിൽ അസസ്മെന്റ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റ് സബ്ജക്റ്റുകളിൽ 3 പാർട്ടുകളാണുള്ളത് അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അറിയാം, പാർട്ട് A, B and C 3 പാർട്ടുണ്ട്. പക്ഷെ എന്നാൽ ബിൽഡിംഗ് പ്ലാനിംഗ് ഡ്രോയിങ് എന്ന സബ്ജക്റ്റിൽ 2 പാർട്ടേ ഉള്ളൂ, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 1.5 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 15 മാർക്കിനാണ് പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. 4 മോഡ്യൂളിൽ നിന്നും ആ പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി പാർട്ട് ബിയിൽ നോക്കിയാൽ അറിയാം, പാർട്ട് ബിയിൽ ഒരു 5 ക്വസ്റ്റ്യന് 2 തൊട്ട് 6 വരെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യന് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ആ സെക്കൻഡ് ക്വസ്റ്റ്യനുള്ളിൽ തന്നെ 3 സബ് ഡിവിഷൻ ഉണ്ടാവും. 25 മാർക്ക്, 15 മാർക്ക്, 15 മാർക്കിന് ടോട്ടൽ 55 മാർക്കിനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക. 100-ൽ 55 മാർക്കിനും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് അവാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യന് മിക്കവാറും സെക്കൻഡ് മോഡ്യൂളിനെയും തേർഡ് മോഡ്യൂളിനെയും ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുക. ദെൻ അടുത്തത് നമ്മുടെ തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഒരു ക്വസ്റ്റ്യന് മാർക്ക് 15 ആണ്. ഇതുപോലെ തന്നെ ആ സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ അത് ഈ ഫസ്റ്റ് മോഡ്യൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. ഇനി ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ അതും ഓർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫോർത്ത് മോഡ്യൂളിനെ ബേസ് ചെയ്താണ്. ഒരു ക്വസ്റ്റ്യന് 15 മാർക്കാണ്, ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഇനി ഇതിൽ നോക്കിയാൽ പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻ ആവും. 15 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബിയിലെ എല്ലാ ക്വസ്റ്റ്യനും ഡ്രോയിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് പാർട്ട് ബി അറ്റൻഡ് ചെയ്യേണ്ടത് ഡ്രോയിങ് ഷീറ്റിലാണ്. A2 സൈസ് ഡ്രോയിങ് ഷീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. ഇനി ഞാൻ ഡയറക്റ്റ്ലി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് പോവുകയാണ്. The module 1 is meant to understand the main components of a building. ഈ ഫസ്റ്റ് മോഡ്യൂളിൽ മെയിൻ ആയിട്ട് 6 ടോപ്പിക്കുകളാണുള്ളത്. അതിൽ ഈ ഒരു സെക്ഷനിൽ ദ ഫസ്റ്റ് 2 ടോപ്പിക്സ് കൺവെൻഷണൽ സയൻസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഫൂട്ടിംഗ്, ഈ 2 ടോപ്പിക്കുകളാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഈ മോഡ്യൂളിലെ ടോപ്പിക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ലെറ്റ് us have a brief discussion about the different components of a building. അപ്പോൾ നിങ്ങൾക്ക് ബിൽഡിംഗ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പല കമ്പോണൻസിനെ പറ്റിയും നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് അല്ലേ. എന്താണ് റൂഫ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഡോർ എന്താ, ഇവിടെ ഡോർ എന്താണ്, വിൻഡോ ഏതാണ്, ഭിത്തികൾ വോൾസ് എന്താണ്, സ്റ്റെപ്പ് എന്താണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കമ്പോണന്റിനെ പറ്റിയും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഈ പോർഷൻ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എങ്കിലും ഞാൻ ബേസിക്കലി
അതുപോലെ തന്നെ പ്ലിന്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലിന്ത് എന്താണെന്ന് നോക്കാം അടുത്ത സ്ലൈഡിൽ. പ്ലിന്ത് എന്ന് പറയണമെങ്കിൽ ആദ്യമേ നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ മുറ്റത്ത് നിന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, അതായത് നമ്മുടെ ടൈലിട്ട ഫ്ലോറിലേക്ക് കയറുന്നത് സ്റ്റെപ്പ് കയറിയാണ് അല്ലേ. അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിനും നമ്മുടെ ഫ്ലോർ ലെവലിനും ഇടയിൽ ചെറിയൊരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പോർഷനെ, ഈ ഒരു പോർഷനെ നമ്മൾ ബേസ്മെന്റ് എന്ന് വിളിക്കും. ബേസ്മെന്റിന്റെ ടോപ്പ് ലെവലിനെയാണ് നമ്മൾ പ്ലിന്ത് ലെവൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബേസ്മെന്റ് ഹൈറ്റിനെ നമ്മൾ പ്ലിന്ത് ഹൈറ്റ് എന്നുകൂടെ വിളിക്കും. അപ്പോൾ പ്ലിന്ത് എന്താണ്, പ്ലിന്ത് ഹൈറ്റ് എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബിൽഡിംഗ് കമ്പോണൻസിനെ പറ്റി കൂടുതൽ വ്യക്തമായിട്ട് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാവും. അപ്പം ഇതിൽ നോക്കിയാൽ ബിൽഡിംഗ് കമ്പോണൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ, സബ് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. അതിനുവേണ്ടി ഫസ്റ്റ് ഗ്രൗണ്ട് ലെവലിന്റെ ലൊക്കേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഈ പോർഷൻ ആണ് നമ്മുടെ ഫൗണ്ടേഷൻ. ദെൻ ഈ ഫൗണ്ടേഷന്റെ ഈ കാണാം രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഫൗണ്ടേഷൻ സോയിലാണ്, പക്ഷെ അവിടെ ഒരു ഫേം ലെവൽ സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഫൗണ്ടേഷനിൽ ഒരു കോൺക്രീറ്റിന്റെ ലെയറും കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ്. അപ്പോൾ ഫൗണ്ടേഷൻ ഓക്കെ ആണ് അല്ലേ, ഫൗണ്ടേഷൻ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഈ പോർഷൻ. ഇനി ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഈ ഒരു പോർഷൻ, ഇതാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ. ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് കാണാവുന്ന ഈ പോർഷൻസിന് ഫുൾ വിളിക്കുന്നത് എന്താണെന്നാണ് സൂപ്പർ സ്ട്രക്ചർ എന്നാണ്. ഇനി സൂപ്പർ സ്ട്രക്ചറിൽ ജസ്റ്റ് നോട്ട് ചെയ്താൽ അറിയാം, ഫസ്റ്റ് താഴേയും തൂവാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിനും നമ്മുടെ ഈ ഫ്ലോർ ലെവലിനും ഇടയിലുള്ള ഈ ഒരു ഹൈറ്റ് ആണ് നമ്മുടെ ബേസ്മെന്റ്. ബേസ്മെന്റ് ടോപ്പ് എഡ്ജ് നമ്മൾ പ്ലിന്ത് എന്ന് പറയും. ഇനി ഗ്രൗണ്ട് ലെവലിനും ഈ ഫ്ലോർ ലെവലിനും ഇടയിൽ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് നമ്മുടെ ഫ്ലോർ ലെവലിലേക്കുള്ള ആക്സസിന് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷനാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇനി ഫ്ലോർ ലെവലിനും ഈ ഒരു ഗ്രൗണ്ട് ലെവലിനും ഇടയിലുള്ള ഈ ഹൈറ്റ്, ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യും. ദെൻ ഈ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലോർ കോൺക്രീറ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ മോയ്സ്ചർ എൻട്രി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡാം പ്രൂഫ് ഒരു ലെയർ വേണേൽ കൊടുക്കാം. അപ്പോൾ ഇതിന്റെ തൊട്ട് മുകളിലുള്ളതാണ് നമ്മുടെ ഡോറ്. ഇവിടെ ഡോറാണ്, ഈ ഡോറ് നമ്മുടെ എൻട്രൻസ് ഡോറാണ്. ദെൻ ഡോറിന്റെ മുകളിൽ നിങ്ങൾക്ക് ബ്രിക്ക് മേസൺട്രി കാണാം. ഈ മേസൺട്രിയുടെ ലോഡ് ഈ ഓപ്പണിങ്ങിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒരു നമ്മൾ ചെറിയൊരു കോൺക്രീറ്റിന്റെ ബീം കൊടുത്തിട്ടുണ്ട്. ആ ബീമിനെയാണ് നമ്മൾ ലിൻറ്റൽ എന്ന് വിളിക്കുന്നത്. ലിൻറ്റലിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇതിന്റെ ടോപ്പിൽ ചെറിയ റൂഫ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂഫ് എന്ന് പറയുന്ന പോർഷൻ. ഈ റൂഫിൽ നമ്മൾ വേണമെങ്കിൽ ഇത് നോക്കാം, ചെറിയൊരു മേസൺട്രിയുടെ ഹൈറ്റ് ഉണ്ട് അല്ലേ, ഫോർ ഒരു അട്രാക്റ്റീവ് പർപ്പസിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ മേസൺട്രി ഹൈറ്റിനെയാണ് നമ്മൾ പാരപ്പെറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഈ റൂഫിൽ നമുക്ക് വേണമെങ്കിൽ ഈ മോയ്സ്ചർ പെനിട്രേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു വെതറിങ് കോഴ്സ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ബിൽഡിംഗ് കമ്പോണൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. കൂടാതെ ഒരു സ്റ്റെപ്പിന്റെ കുറച്ചൊരു ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം. സ്റ്റെപ്പ് ഇത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഫിഗറിൽ ഒരു സ്റ്റെപ്പിന്റെ ഒരു ഫിഗർ കാണാം. ഇനി ത്രെഡ്, റൈസ് എന്ന രണ്ട് പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ത്രെഡ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ പോർഷനെയാണ്. അതായത് നമ്മൾ ചവിട്ടുന്ന ഒരു ആള് നിൽക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ പോർഷനെയാണ് എന്ത് വിളിക്കുന്നത്, ത്രെഡ്. ഇതുപോലെ തന്നെ ഈ സ്റ്റെപ്പിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്, അതായത് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് എ സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ദി വെർട്ടിക്കൽ പോർഷൻ ഓഫ് ദി സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ദി റൈസ്. അപ്പോൾ ഇത് ത്രെഡ്, ഇത് റൈസ്. ഈ ത്രെഡിനും അടുത്ത ത്രെഡിനും ഇടയിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റിനെ നമ്മൾ റൈസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ത്രെഡ് ഏതാണ്, റൈസർ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കുകളിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ സിലബസ് പ്രകാരമുള്ള ഫസ്റ്റ് ടോപ്പിക്. ലെറ്റ് us see the conventional science of building material. എന്തിനാണ് സയൻസ് യൂസ് ചെയ്യുന്നത്? The signs are used to represent, used commonly, use science for commonly used materials. അതായത് നമ്മൾ ഓരോ ബിൽഡിംഗ് കമ്പോണൻസും നിങ്ങൾ പരിചയപ്പെട്ടു. അതായത് ഡോർ ഉണ്ട്, ഡോറിനാണെങ്കിൽ മെറ്റീരിയൽ അവിടെ വുഡ് ആയിരിക്കും. ഫ്ലോർ ഉണ്ട്, അവിടെ ടൈലാവാം. ഓരോ ബിൽഡിംഗ് കമ്പോണന്റിനും ഓരോ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓരോ മെറ്റീരിയലിനെയും നമ്മൾ ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സൈൻ ഉപയോഗിച്ചാണ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ മെറ്റീരിയൽ വുഡ് ആണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന സൈനാണ് യൂസ് ചെയ്യുക. ഇതാണ് വുഡിനെ ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈന്. ഇനി ഇതുപോലെ തന്നെ മേസൺട്രി ആണെങ്കിലോ, മേസൺട്രി ആണെങ്കിൽ ഈ ഒരു സൈന് യൂസ് ചെയ്യാം. അതായത് ഡബിൾ ലൈൻസ്, ഇൻക്ലൈൻഡ് ഡബിൾ ലൈൻസ് സെപ്പറേറ്റഡ് ബൈ എ സർട്ടൈൻ ഡിസ്റ്റൻസ്. ഇനി നമ്മുടെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ആയ കോൺക്രീറ്റിനെ റെപ്രസെന്റ് ചെയ്യാനോ ഈ സൈനാണ് യൂസ് ചെയ്യുക.
ഇതുപോലെ നമുക്ക് ഇനി ഡ്രോയിങ് കണ്ടാൽ അതിൽ പല സൈൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ഫൗണ്ടേഷൻ്റെ ഡ്രോയിങ് ആണ്. ഇതിൽ 2 സൈന്, ടോപ്പ് പോർഷനിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻസ് സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് ആണ്, ദെൻ ബോട്ടം പോർഷനിൽ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഏത് മെറ്റീരിയൽ ആണെന്ന്. നമുക്ക് ഫസ്റ്റ് പോർഷൻ അറിയാം, ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ബോട്ടം പോർഷൻ കണ്ടാൽ അറിയാം ഈ സൈൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്, കോൺക്രീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ബ്രിക്കും കോൺക്രീറ്റും വുഡ് മാത്രമല്ല, പല വെറൈറ്റി ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് ഏതൊക്കെ സൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ സൈൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോക്ക്, ഹാർഡ് കോറ്, കോൺക്രീറ്റ്, RCC, പ്ലാസ്റ്റർ, പാർട്ടീഷൻ ബ്ലോക്ക്, ബ്രിക്ക്, സ്പെഷ്യൽ ബ്ലോക്ക്, അങ്ങനെ സ്റ്റോൺസ്, ഫ്ലോറിങ്ങിന് വേണ്ടിയുള്ള സ്റ്റോൺ വെയർ, മാർബിൾ വെയർ, എർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സിമ്പിൾ. ജസ്റ്റ് നിങ്ങളെ റെഫറൻസിന് വേണ്ടി ഇതെല്ലാം നോക്കിയിരിക്കുക. ഗ്ലാസ് ഒക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, ജസ്റ്റ് നോട്ട് ചെയ്യുക ഗ്ലാസ്സിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് മോഡ്യൂൾ തൊട്ട് ബിൽഡിംഗ് ഡ്രോയിങ് ഒക്കെ വരച്ചു തുടങ്ങും. അപ്പോഴും ഇത് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ നിങ്ങൾ സെക്ഷണൽ വ്യൂ ഒക്കെ വരയ്ക്കുമ്പോൾ മെറ്റീരിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സയൻസിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി സിമ്പിൾസിനെ പറ്റി ഇതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറയേണ്ട ഒരു പോർഷനാണ് വാട്ട് ആർ സിമ്പിൾസ്. എന്താണ് സിമ്പിൾസിൻ്റെ യൂസ്? അപ്പോൾ നമ്മൾ മെറ്റീരിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സയൻസ് ഉപയോഗിച്ചു അല്ലേ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ ആ പ്ലാനിൽ ഡോറിൻ്റെ പൊസിഷൻ കാണിക്കേണ്ടി വരും അല്ലേ. ഡോർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അത് ലെഫ്റ്റിലേക്കാണോ ഈ റൈറ്റിലേക്കാണോ. ഇതുപോലെ തന്നെ വിൻഡോ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, വിൻഡോയുടെ പൊസിഷൻ കാണിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ അതുപോലെ തന്നെ ഡ്രോയിങ് റൂമിലൊക്കെ ഫർണിച്ചേഴ്സിൻ്റെ പൊസിഷനൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പൊസിഷനും ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഡോറിനെയും ഫർണിച്ചേഴ്സിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേരിയസ് സിമ്പിൾസ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മാത്രം മതിയോ, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഇത് ഒരു ബാത്ത് ആണ്, ഇതൊരു വാഷ് ബേസിനാണ്, ഇത് നമുക്ക് വാട്ടർ ക്ലോസറ്റ് ആണ്. ഇങ്ങനെ ഓരോ സാനിറ്ററി ഫീച്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനും ഓരോ സിമ്പിൾസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, അതായത് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് എന്ന് പറയുമ്പോൾ ലാമ്പ് ആവാം അല്ലെങ്കിൽ ഫാൻ ആവാം, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ 4th മോഡ്യൂളിൽ വരയ്ക്കേണ്ട ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് ഡയഗ്രം ആണ്. ആ വയറിംഗ് ഡയഗ്രത്തിൽ നോക്കിയറിയാം ഇലക്ട്രിക്കൽ സിമ്പിൾസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിമ്പിൾ, ഈ നടുക്ക് കാണുന്ന ലിവിംഗ് റൂമിൻ്റെ ഈ 2 സിമ്പിൾ കാണിച്ചിരിക്കുന്ന ഫാനാണ്. അതിവിടെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, സീലിംഗ് ഫാനാണ്. അതുപോലെ തന്നെ ഈ കോർണറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലാമ്പാണ്. അപ്പോൾ ഓരോ ഫിറ്റിങ്സിനും, ഓരോ ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങിനെയും ഓരോ സിമ്പിൾ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് മോഡ്യൂൾ ഓൺവേർഡ്സ് ബിൽഡിംഗ് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പല സിമ്പിൾസും ഇതുപോലെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോമൺലി നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ലൈഡിൽ ഞാൻ സിമ്പിൾസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡോർസിനെയും വിൻഡോസിനെയും, പല ടൈപ്പ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് അവൈലബിൾ ആണ് അല്ലേ. ഒരു ഷട്ടറുള്ള, സിംഗിൾ ഷട്ടറുള്ള ഡോർ ഉണ്ടാവാം, ഡബിൾ ഷട്ടറുള്ള, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡോർസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിൻഡോസും. അപ്പോൾ ഇതുപോലെ ഇവരെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ കൺവെൻഷണൽ സിമ്പിൾസ് ആണ് ഈ ഫസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയേ, ഇത് കിച്ചൺ സിങ്കിൻ്റെ ഡ്രെയിനേജ് ബോർഡോടുകൂടിയ കിച്ചൺ സിങ്ക്, അങ്ങനെ ഓരോ സാനിറ്ററി ഫിറ്റിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത് സെക്കൻഡ് കോളത്തിലുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സിമ്പിൾസ് നമ്മുടെ 3rd കോളത്തിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്, കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ്. ഇനി നമ്മുടെ ഈ മോഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് അബൌട്ട് ഫൂട്ടിംഗ്. ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അനദർ ടേം ഫോർ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് ഫൗണ്ടേഷൻ? ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് ഓഫ് ബിൽഡിംഗ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ. അപ്പോൾ ഫൗണ്ടേഷനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫൗണ്ടേഷനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷനിൽ തന്നെ നമുക്ക് പല ടൈപ്പ് അവൈലബിൾ ആണ്. ഞാനൊരു 5 ടൈപ്പ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനും പല വെറൈറ്റി ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല,
ഈ ഫൗണ്ടേഷന്റെ ഡെപ്ത്, ഫൗണ്ടേഷന്റെ വീതി, വിഡ്ത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ ദാറ്റ് ഫൗണ്ടേഷൻ ഈസ് നോൺ ആസ് ഷാലോ ഫൗണ്ടേഷൻ. ഇനി ഫൗണ്ടേഷന്റെ ഡെപ്ത് വളരെ കൂടുതലാണ്, വിഡ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്ത് വളരെ കൂടുതലാണെങ്കിൽ അത് ഡീപ് ഫൗണ്ടേഷൻ ആണ്. ഇനി നിങ്ങളുടെ ഈ ബിൽഡിംഗ് പ്ലാനിങ് ഡ്രോയിങ്ങിൽ ഇതിൽ ഷാലോ ഫൗണ്ടേഷന്റെ ഫസ്റ്റ് 3 വെറൈറ്റി, അതായത് സ്ട്രിപ്പ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, അതായത് 3 ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇത് 3ന്റെയും ഡ്രോയിങ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ 3 വെറൈറ്റി ഓഫ് ഷാലോ ഫൗണ്ടേഷനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മുടെ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. The last portion will be about the combined footing. Let us see the one by one. First about the strip footing. Strip footing എന്ന് പറയുമ്പോൾ actually that strip footing is used for a continuous structure. ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സ്ട്രക്ചറിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു വോൾസിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ലോഡ് ക്യാരി ചെയ്യുന്ന വോൾസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വോൾ ഫൂട്ടിങ്സ് യൂസ് ചെയ്യാം. നമ്മളൊരു റെസിഡൻഷ്യൽ വീടൊക്കെ പണിയുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഫൗണ്ടേഷൻ എക്സ്കവേഷൻ എടുത്താണ് കണ്ടിട്ടുള്ളത്. ദിസ് എക്സ്കവേഷൻ ഈസ് ഫോർ എ വോൾ ഫൂട്ടിംഗ് ഓർ എ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ഇനി വോൾ ഫൂട്ടിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ, സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ വോൾ ഫൂട്ടിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ അതിന്റെ ജസ്റ്റ് ഒരു വ്യൂ ഒന്ന് നോക്കിയേ. ഈ ഒരു ഷേപ്പിൽ ഇതാണ് നമ്മുടെ വോൾ അല്ലേ, നമ്മുടെ ഭിത്തി എന്ന് പറയുന്നത് നമ്മുടെ വോള്. മിക്കവാറും ഒരു 20 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും ഈ വോളിന്റെ തിക്നെസ്. ഇനി അതിനേക്കാളും തിക്നെസ് കൂടി അടിയിൽ നമ്മുടെ ഫൂട്ടിങ് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ സിമ്പിൾ സ്ട്രിപ്പ് ഫൂട്ടിങ്. ഇനി ഇതിന്റെ എലിവേഷന് എങ്ങനെ തോന്നും? ജസ്റ്റ് ഫ്രണ്ട് വ്യൂ ഒന്ന് എടുത്ത് നോക്കിയേ. എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പം ഇവിടെ ഫ്രണ്ടിൽ നോക്കിയാൽ ജസ്റ്റ് ആ വോളിന്റെ ഈ ഒരു ഷേപ്പാണ് കാണുന്നത് അല്ലേ, ഫ്രണ്ടിലുള്ള. ദെൻ ഫൂട്ടിങ്ങിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഷേപ്പ് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞ ഒരു ഇൻവേർട്ടഡ് ടീയുടെ ഷേപ്പിലാണ് അല്ലെ അതിന്റെ എലിവേഷൻ. അപ്പൊ അതാണ് ഇതിന്റെ എലിവേഷൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. വോളാണ് മുകളിലേക്ക് കാണിച്ചിരിക്കുന്നത്, താഴേക്കുള്ള ഈ ഒരു ഫൂട്ടിങ്. അപ്പോൾ രണ്ടും കൂടെ നോക്കിയാൽ ഒരു ഇൻവേർട്ടഡ് ടീയുടെ ഷേപ്പിലേക്ക് വരും. ഇനി നേരെ വെർട്ടിക്കലായിട്ട് എലിവേഷൻ വെർട്ടിക്കലായിട്ട് ഒരു സെക്ഷൻ എടുത്ത് നോക്കിയാലോ, ഒരു വെർട്ടിക്കൽ സെക്ഷൻ എടുത്ത് നോക്കിയാലും ഇതേ ഒരു ഇൻവേർട്ടഡ് ടീയുടെ ഷേപ്പിലായിരിക്കും. എലിവേഷൻ പോലെ തന്നെ ഇരിക്കും, പക്ഷെ സെക്ഷൻ ആയതുകൊണ്ട് ആ മെറ്റീരിയലിനെ പ്രോപ്പർ സൈൻ ഉപയോഗിച്ച് ഇതിൽ റെപ്രസെന്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പൊ എലിവേഷൻ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഒരു ഇൻവേർട്ടഡ് ടീ ഷേപ്പിലുള്ള ഫൗണ്ടേഷൻ കാണാൻ പറ്റും. ഇനി ഇതിന്റെ പ്ലാൻ ഒന്ന് നോക്കിയാലോ. പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടോപ്പിൽ നിന്നുള്ള വ്യൂ. ടോപ്പിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? ഈ വോളിന്റെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്തിലുള്ള ഈ ഒരു റെക്ടാങ്കിൾ അല്ലെ, അതാണ് ഈ പ്ലാനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു നടുക്കിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ. ഇനി താഴെ ഫ്ലൂട്ടിങ്ങിന് പിന്നെ മുകളിൽ നോക്കുമ്പോൾ കാണുന്നത് ഈ ഫ്ലൂട്ടിങ്ങിന്റെ ഈ 2 എഡ്ജോട് കൂടിയ ഭാഗമായിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു ഔട്ടറിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്താണ് എന്നും ആ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ പ്ലാൻ എലിവേഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ജസ്റ്റ് ഈ ഒരു ഫിഗർ, ഈ ഒരു സ്ലൈഡ് തന്നെ ഒരു നോക്കിയാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നില്ല. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡ്രോ ദ ലേ ഔട്ട് ഓഫ് ദി ഫൗണ്ടേഷൻ ഫോർ വോൾ ആൻഡ് സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ട വോളിന് മാത്രമേ ഉള്ളൂ, ബട്ട് സ്റ്റെപ്പോട് കൂടി ഒരു ഫൗണ്ടേഷന്റെ വോൾ ഫൗണ്ടേഷന്റെ ലേ ഔട്ട് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ ഗീവൺ ബിലോ. അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആ വോളിന്റെ തിക്നെസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ താഴെ പറഞ്ഞ ഈ വോളിന്റെ തിക്നെസ് ഇവിടെ, വോളിന്റെ തിക്നെസ് ഇവിടെ 30 സെന്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബേസ്മെന്റ്. അടുത്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബേസ്മെന്റ്. ബേസ്മെന്റ് എന്താണെന്ന് ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ. ബേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ, ഇതാണ് ഫ്ലോർ ലെവൽ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഫ്ലോർ ലെവൽ, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. നമ്മുടെ ഫ്ലോർ ലെവലിനും ഗ്രൗണ്ട് ലെവലിനും ഇടയിലുള്ള ഈ പോർഷൻ ആണ് ബേസ്മെന്റ്. അപ്പൊ നിങ്ങൾ വരയ്ക്കേണ്ട ഈ ക്വസ്റ്റ്യനിൽ ബേസ്മെന്റിന്റെ ഡയമെൻഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബേസ്മെന്റ് ഈസ് 40 and 60 സെന്റിമീറ്റർ. ഈ ബേസ്മെന്റിന്റെ വീതി 40 സെന്റിമീറ്റർ, ദെൻ അതിന്റെ ഹൈറ്റ് 60 സെന്റിമീറ്റർ. ഈ ഫൗണ്ടേഷൻ, ഇപ്പൊ ബേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു, വോളിന്റെ ഈ ഒരു തിക്നെസ് 30 സെന്റിമീറ്റർ പറഞ്ഞു, ഫൗണ്ടേഷന്റെ കാര്യം പറഞ്ഞു.
ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഫൗണ്ടേഷന് 50 സെന്റിമീറ്റർ വൈഡ് ആൻഡ് 60 സെന്റിമീറ്റർ ഡീപ്പ്. അപ്പൊ ഗ്രൗണ്ട് ലെവലിന്റെ താഴേക്കുള്ളതാണ് ഫൗണ്ടേഷൻ അല്ലെ. ഫൗണ്ടേഷന് ഈ ഒരു പോർഷൻ ആണ് 50 സെന്റിമീറ്റർ വൈഡും 60 സെന്റിമീറ്റർ ഡീപ്പും ഉള്ളത്. അപ്പൊ ഡെപ്ത് 60 സെന്റിമീറ്റർ, വിഡ്ത്ത് 50 സെന്റിമീറ്റർ. ഇനി ഈ ഫൗണ്ടേഷന്റെ അടിയിൽ ഒരു ബേസ് ലെയർ ഉണ്ട്. ഏറ്റവും അടിയിൽ കാണുന്ന ഈ പോർഷൻ ആണ് ബേസ് ലെയർ. ബേസ് ലെയറിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ ഡീപ്പ്. ഇത് ബേസ് ലെയർ 20 സെന്റിമീറ്റർ ഡെപ്ത് ആണ്. അതുപോലെ ഡെപ്ത് ഓഫ് PCC ഫോർ സ്റ്റെപ്പ് ഈസ് 10 സെന്റിമീറ്റർ. സ്റ്റെപ്പിന്റെ അടിയിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു PCC എന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന്റെ ഒരു ലെയർ ആണ്. അപ്പോൾ ഈ ഫൗണ്ടേഷന്റെ, അതായത് ഈ സ്റ്റെപ്പിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് കൊണ്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് PCC എന്ന് പറഞ്ഞത്. അപ്പൊ PCCയുടെ ഡെപ്ത് ആണ് ഇവിടെ സ്റ്റെപ്പിന്റെ അടിയിലുള്ള ഡെപ്ത് 10 സെന്റിമീറ്റർ. ദെൻ അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ അടിയിലുള്ള PCCയുടെ ഡെപ്ത് 20 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഇനി അടുത്തത് ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നാണ്. സ്റ്റെപ്പിന്റെ റൈസും ത്രെഡും. റൈസ് എന്ന് വെച്ചാൽ എന്താണ്? വെർട്ടിക്കൽ ഹൈറ്റിനെയാണ്, സ്റ്റെപ്പിന്റെ വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ സർഫസ് ആണ് റൈസ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റൈസിന്റെ ഹൈറ്റ് അത് 15 സെന്റിമീറ്റർ. അപ്പൊ റൈസ് എത്രയാണ്? 15 സെന്റിമീറ്റർ. ത്രെഡ് എത്രയാണ്? 30 സെന്റിമീറ്റർ. അപ്പൊ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു 4 സ്റ്റെപ്പ് റൈസ് ആൻഡ് ത്രെഡ് ഓഫ് സ്റ്റെപ്പ് ഇൻ ബ്രിക്ക് ഇൻ സിമെന്റ് മോർട്ടാർ 1:5. അതായത് ഈ റൈസും ത്രെഡും, അതായത് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ബ്രിക്ക് ആണ്. ബ്രിക്കിന്റെ ബ്രിക്ക് നമ്മൾ വയ്ക്കുമ്പോൾ ബോണ്ട് ചെയ്യണം അല്ലെ. ബ്രിക്കിനെ ബോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മോർട്ടാർ യൂസ് ചെയ്യും. അതിന്റെ പ്രൊപ്പോർഷൻ ആണ് 1:5. അതിന്റെ സ്പെസിഫിക്കേഷനും കൂടെ തന്നേ ഉള്ളൂ. ദെൻ ഫ്ലോറിംഗ് ഈസ് ഓഫ് ടെറസോ 2 സെന്റിമീറ്റർ തിക്ക്. അതായത് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഫ്ലോറിംഗ് മെറ്റീരിയൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി 10 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോൺക്രീറ്റിന്റെ ഒരു ലെയർ കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു 3D വ്യൂ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനെ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ക്വസ്റ്റിനിലെ ഡേറ്റ ഒന്നും കൂടെ നോക്കുവാണ്. വോളിന്റെ തിക്നെസ് എത്രയായിരിക്കണം? 30 സെന്റിമീറ്റർ. ഇനി ബേസ്മെന്റ് വീതി എത്രയാണ്? 40. ഹൈറ്റ് എത്രയാണ്? 60. ഇനി ഫൗണ്ടേഷന്റെ വീതി എത്രയാണ്? വിഡ്ത്ത് 50 സെന്റിമീറ്റർ, ഹൈറ്റ് 60 സെന്റിമീറ്റർ. ഫൗണ്ടേഷന് അടിയിലുള്ള ബേസ് ലെയർ ഒരു പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് കൊണ്ടാണ്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? 20 സെന്റിമീറ്റർ. ഇനി സ്റ്റെപ്പിന്റെ കേസിൽ സ്റ്റെപ്പിന്റെ അടിയിലുള്ള PCCയുടെ ഹൈറ്റ് 10 സെന്റിമീറ്റർ. ദെൻ സ്റ്റെപ്പിന് വേണ്ടിയുള്ള ത്രെഡ്, സ്റ്റെപ്പിന്റെ ത്രെഡിന്റെയും റൈസിന്റെയും ത്രെഡിന്റെ വീതി 30 സെന്റിമീറ്റർ, റൈസിന്റെ ഹൈറ്റ് 15 സെന്റിമീറ്റർ. ഇനി ഫ്ലോറിങ്ങിന്റെ മെറ്റീരിയലിന്റെ തിക്നെസ് ആണ് 2 സെന്റിമീറ്റർ. ആ ഫ്ലോറിംഗ് ഇടുന്ന ഫ്ലോറിംഗ് ടൈലാണെങ്കിൽ ടെറസോ ഇതിടുന്ന ഒരു കോൺക്രീറ്റ് ലെയറിന്റെ മുകളിലാണ്. അതിന്റെ തിക്നെസ് ആണ് 10 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയും ഡേറ്റ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ഫൗണ്ടേഷന്റെ വോൾ സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്ന വോൾ ഫൗണ്ടേഷന്റെ ഒരു ലേ ഔട്ട് വരയ്ക്കണം. അപ്പൊ ഇതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് നിങ്ങളൊരു ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് എടുക്കുവാണെങ്കിൽ, ഈ ഡ്രോയിങ് ഷീറ്റ് ആണെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴത്തെ എൻഡിൽ നിന്ന്, അതായത് ബേസ് താഴേന്ന് വരച്ചു തുടങ്ങുക. അതായത് നമ്മൾ ഫൗണ്ടേഷൻ തൊട്ടാണ് വരച്ചു തുടങ്ങുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അടുത്തത് കറക്റ്റ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത് തുടങ്ങാം.
ഫസ്റ്റ് ഞാൻ ആ ഒരു വ്യൂ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ഡീറ്റെയിൽസ് വരയ്ക്കുക. അതായത് ഒരു വെർട്ടിക്കൽ സെക്ഷൻ വരച്ചാൽ നിങ്ങൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ സെക്ഷൻ, ഒരു സെക്ഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങാം? നമ്മുടെ ഫൗണ്ടേഷനിൽ നിന്ന് തുടങ്ങാം. ഫൗണ്ടേഷനിൽ ഏറ്റവും അടിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബേസ് ലെയറിന്റെ വീതി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. എങ്കിലും നമുക്കറിയാം ഫൗണ്ടേഷന്റെ വീതി 50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഫൗണ്ടേഷനേക്കാളും കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആണ് നമ്മുടെ എന്തിന്റെ ബേസ് ലെയറിന്റെ ലെങ്ത് വരിക. അപ്പോൾ ഫൗണ്ടേഷന് 50 സെന്റിമീറ്റർ ആണെങ്കിൽ ഫൗണ്ടേഷന്റെ രണ്ട് എൻഡിലേക്കും ചെറിയൊരു എക്സ്ട്രാ ലെങ്ത് ഇടും. അപ്പോൾ ഈ പോർഷനെ നമ്മൾ ഓഫ് സെറ്റ് എന്ന് പറയും. അതായത് എക്സ്ട്രാ ലെങ്ത് ഇടുന്ന ഈ ഒരു പോർഷനെ ഇവിടെ കാണിക്കാം. ഇവിടെ ഫൗണ്ടേഷന്റെ ഇവിടം തൊട്ട് ബേസ് ലെയറിന്റെ ആ ഒരു എൻഡ് വരെ ഒരു എക്സ്ട്രാ ലെങ്ത് അല്ലെങ്കിൽ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ് സെറ്റ് എന്ന് വിളിക്കുന്ന പോർഷൻ. ഇനി ഈ ഓഫ് സെറ്റ് എത്ര കൊടുക്കാം? അപ്പോൾ അത് നിങ്ങളുടെ ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ അതൊക്കെയാണ് സാധാരണ നമ്മൾ ഓഫ് സെറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 15 സെന്റിമീറ്റർ ആണ് ഓഫ് സെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്, ഒരു സൈഡിലേക്ക് 15 സെന്റിമീറ്റർ ഓഫ് സെറ്റ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും 15 സെന്റിമീറ്റർ ഓഫ് സെറ്റ് ഇട്ട് ടോട്ടൽ എത്ര വിഡ്ത്ത് വരും? ബേസ് ലെയറിന് 80 സെന്റിമീറ്റർ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ ബേസ് ലെയർ ആണ് വരച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ ബേസ് ലെയറിന്റെ ഒരു സെക്ഷണൽ എലിവേഷൻ എടുക്കുമ്പോൾ അപ്പോൾ എത്ര വരും? ഏത് വ്യൂ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക? ഈ ഒരു ബോക്സ് വരുന്ന ഈ ഒരു വ്യൂ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് വരച്ചു തുടങ്ങേണ്ടത് ഈ ഒരു ബോക്സ് ആണ്. അതിന്റെ ലെങ്ത് 80 സെന്റിമീറ്റർ, ഹൈറ്റ് 20 സെന്റിമീറ്റർ. ദാറ്റ് റെപ്രസെന്റ് ബേസ് ലെയർ ഫോർ ദി ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫൗണ്ടേഷന് വരച്ചു തുടങ്ങാം. ഫൗണ്ടേഷനിൽ ഫസ്റ്റ് ബേസ് തൊട്ടാണ് നമ്മൾ വരച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ ബേസിൽ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യമേ 80 സെന്റിമീറ്റർ വിട്ട് പറഞ്ഞതുപോലെ ലെങ്തും 20 സെന്റിമീറ്റർ ഡെപ്തും ഉള്ള നമ്മുടെ ബേസ് ലെയർ വരച്ചു. ദെൻ അതിൻ്റെ മുകളിലേക്ക് 50 സെന്റിമീറ്റർ വിട്ടും 60 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഈ ഒരു എലിവേഷൻ വരയ്ക്കണം. അതും നിങ്ങൾക്ക് ഒരു ബോക്സ് രൂപത്തിലാണ് അല്ലേ? 50 സെന്റിമീറ്റർ ഹൈറ്റും 60 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു റെക്ടാങ്കിൾ ആയിട്ടാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ അപ്പോൾ 80 സെന്റിമീറ്റർ വരച്ചു, 15 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് ഓഫ്സെറ്റും 15 സെന്റിമീറ്റർ ഈ ഒരു സൈഡിലേക്ക് ഓഫ്സെറ്റും ഇട്ട് 50 സെന്റിമീറ്റർ വീതിയിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ഫൂട്ടിങ് വരയ്ക്കാം. അപ്പോൾ ആദ്യമേ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അപ്പം ഏറ്റവും താഴെ നമുക്ക് കാണാം 80 സെന്റിമീറ്റർ വീതി, 20 സെന്റിമീറ്റർ ഡെപ്ത് ഉള്ള ഒരു ലെയർ. അതിന്റെ തൊട്ട് മുകളിൽ 50 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള വേറൊരു റെക്ടാങ്കുലർ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇനി അതിനോടുകൂടി ചേർന്ന് തന്നെ നമുക്ക് സ്റ്റെപ്പിന്റെ ഫൗണ്ടേഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? സ്റ്റെപ്പിന്റെ ഫൗണ്ടേഷന്റെ ഡെപ്ത് 10 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ലെങ്ത് നമുക്ക് അറിയില്ല. അപ്പൊ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ സ്റ്റെപ്പിന് എത്ര ടോട്ടൽ ലെങ്ത് ഫൗണ്ടേഷന് കൊടുക്കണമെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു ത്രെഡിന്റെ ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെ എത്ര ത്രെഡ് ഉണ്ട്? അപ്പൊ ഇതൊരു ഹൊറിസോണ്ടൽ 1, ഇത് 1, ഇത് 2, 3 ത്രെഡ് അല്ലേ? ഓരോ ത്രെഡിനും വീതി എത്രയാണ്? 30 സെന്റിമീറ്റർ. അങ്ങനെ ടോട്ടൽ 90 സെന്റിമീറ്റർ ആണ് ഈ സ്റ്റെപ്പ് ഉൾപ്പെടുന്ന പോർഷന്റെ ലെങ്ത്. അത് കൂടാതെ തന്നെ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു ഓഫ് സെറ്റ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ കൊടുക്കണം. അതൊരു 10 സെന്റിമീറ്റർ എങ്കിലും കൊടുക്കുക. അപ്പോൾ ടോട്ടൽ സ്റ്റെപ്പ് ഉൾപ്പെടുന്ന ഈ പോർഷന്റെ ലെങ്ത് 90 സെന്റിമീറ്റർ ആണെങ്കിൽ 10 സെന്റിമീറ്റർ എക്സ്ട്രാ ഇട്ടിട്ട് ടോട്ടൽ ലെങ്ത് ഇവിടെ കൊടുക്കേണ്ടത് എത്രയാണ്? 90 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 90 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന്റെ ഒരു എലിവേഷൻ നോക്കുമ്പോൾ എങ്ങനെ വരും? 90 സെന്റിമീറ്റർ ടോട്ടൽ 100, 90 സെന്റിമീറ്റർ പ്ലസ് 10, ടോട്ടൽ 100 സെന്റിമീറ്റർ ലെങ്ത്, 10 സെന്റിമീറ്റർ ഡെപ്ത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. സെക്ഷണൽ എലിവേഷൻ ആണ് നിങ്ങൾ വരയ്ക്കുന്നത്.
അപ്പോൾ എലിവേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഫസ്റ്റ് ഈ ഒരു റെക്ടാങ്കിൾ 80 സെന്റിമീറ്റർ വീതിയും 20 സെന്റിമീറ്റർ ഡെപ്തുമുള്ള ഈ ഒരു പോർഷൻ കാണും. അടുത്തത് അതിന്റെ മുകളിലേക്ക് 50 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഈ ഒരു പോർഷൻ ആണ് കാണുന്നത്. ദെൻ അതിനോട് കൂടി തന്നെ 100 സെന്റിമീറ്റർ ലെങ്തും 10 സെന്റിമീറ്റർ തിക്നെസ്സും ഉള്ള ഫൂട്ടിങ്ങിന്റെ ഫൗണ്ടേഷനും സ്റ്റെപ്പിന്റെ ഫൗണ്ടേഷനും കൂടെ കണ്ടു. അപ്പൊ ഈ ഫൗണ്ടേഷൻ പാർട്ട് ഓക്കെ ആയി അല്ലേ? ഒരു റെക്ടാങ്കിൾ വരയ്ക്കേണ്ട പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് ഗ്രൗണ്ട് ലെവലിൽ എത്തി. ആ ഗ്രൗണ്ട് ലെവലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൈൻ കണ്ടിരുന്നു. ആ സൈൻ കാണിക്കുക. ഫൂട്ടിങ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബ്രിക്ക് കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫൗണ്ടേഷൻ അതുകൊണ്ട് ബ്രിക്ക് മേസൺറിയുടെ സിമ്പിൾ ആണ് കാണിക്കുന്നത്. അതൊക്കെ ഏറ്റവും ലാസ്റ്റ് സിമ്പിൾ അല്ല സൈന്. അതൊക്കെ ലാസ്റ്റ് സൈനൊക്കെ ലാസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചാൽ മതി. ഇപ്പൊ ആദ്യമേ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം വരച്ചു പോവുക. അപ്പം ഈ 3 റെക്ടാങ്കിൾസ് വരച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള ഈ സ്റ്റെപ്പ് പ്ലസ് ഈ ഒരു ബേസ്മെന്റ് പോർഷൻ, ഈ ഗ്രൗണ്ട് ലെവലിനും ഈ ഫ്ലോർ ലെവലിനും ഇടയിലുള്ള ഈ പോർഷനെയാണ് നമ്മുടെ ബേസ്മെന്റ് അല്ലേ? ബേസ്മെന്റിന്റെ വീതി 40 സെന്റിമീറ്ററും ഇതിന്റെ ഈ ടോട്ടൽ ഹൈറ്റ് 60 സെന്റിമീറ്ററും ആണ്. ബേസ്മെന്റിന്റെ ടോട്ടൽ വിഡ്ത്ത് 40 സെന്റിമീറ്റർ, ടോട്ടൽ ഹൈറ്റ് 60 സെന്റിമീറ്റർ. ഇനി അതാണ് അടുത്തത് വരയ്ക്കാൻ പോണത്. അപ്പൊ ഈ ഒരു ഫൗണ്ടേഷന്റെ തൊട്ട് മുകളിൽ അല്ലെ ടോട്ടൽ വിഡ്ത്ത് 50 സെന്റിമീറ്റർ. ബേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫ്ലോർ ലെവൽ ഇതാണ് അല്ലേ? ഫ്ലോർ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അടുത്തൊരു ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ഫ്ലോർ, ഇതാണ് നിങ്ങളുടെ ഗ്രൗണ്ട്. ഈ ഫ്ലോർ ലെവലിനും ഗ്രൗണ്ട് ലെവലിനും ഇടയിലുള്ള ബിൽഡിങ്ങിന്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു ബോക്സ് വരുന്ന ഈ ഒരു പോർഷൻ 40 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്ന ഈ പോർഷനാണ് ബേസ്മെന്റ്. അപ്പൊ ഈ ബേസ്മെന്റ് ആണ് അടുത്തത് വരയ്ക്കേണ്ടത്. അപ്പൊ ബേസ്മെന്റ് വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ബേസ്മെന്റിന്റെ വീതി 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഫൗണ്ടേഷന്റെ വീതി വരച്ചു വെച്ചിരിക്കുന്നത് എത്രയാണ്? 50 സെന്റിമീറ്റർ ആയിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ 50 സെന്റിമീറ്ററിന്റെ മുകളിൽ നടുക്ക് സെൻട്രലായിട്ട് ദെൻ 40 സെന്റിമീറ്ററിന്റെ ബേസ്മെന്റ് ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ കാണിക്കുക. അപ്പോൾ ഒരു ഓഫ്സെറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൊവിഷൻ ഇവിടെ എത്ര ഇടണം? ഇവിടെ ഒരു 5 സെന്റിമീറ്റർ പ്രൊവിഷൻ ഇട്ടാൽ 5 സെന്റിമീറ്റർ പ്ലസ് 40 പ്ലസ് ഇവിടെ ഒരു 5 സെന്റിമീറ്റർ ഇട്ടാൽ 50 ആയി അല്ലേ? അപ്പോൾ ഒരു 50 വരെ വരച്ചു നിർത്തിയാൽ ഇവിടുന്ന് ഒരു 5 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ഇട്ടിട്ട് ദെൻ ഇവിടുന്ന് ഒരു 5 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ഇട്ടിട്ട് ദെൻ 40 വിഡ്ത്ത് വരയ്ക്കുക. ദെൻ അതുപോലെ തന്നെ ഹൈറ്റ് എത്ര കാണിക്കണം? 60 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ്മെന്റ് കൂടിയായി. ഇനി ബേസ്മെന്റിന്റെ കൂടെ തന്നെ, അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് കയറണം? നമ്മുടെ ഫ്ലോർ ലെവലിലേക്ക് കയറണം. അപ്പോൾ ഈ ബേസ്മെന്റിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റെപ്പ് കൂടെ വേണം അല്ലേ? അപ്പോൾ ഈ ഒരു ഹൈറ്റ് 60 സെന്റിമീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു 60 സെന്റിമീറ്റർ ഹൈറ്റ് കയറാൻ വേണ്ടി നോക്കി, ഒരു റൈസ് 15 സെന്റിമീറ്റർ ആണ് ഒരു സ്റ്റെപ്പിന്റെ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പിന്റെ റൈസ് 15, രണ്ടാമത്തത് 15, തേർഡ് 15, ലാസ്റ്റ് നമ്മൾ ഈ ഒരു ബേസ്മെന്റ് ഇവിടെയും കൂടെ 15 ആകുമ്പോഴത്തേക്കും ടോട്ടൽ എത്രയായി? 60 സെന്റിമീറ്റർ ആയി. അപ്പോൾ അതാണ് നമ്മൾ ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ നോക്കിയാൽ എങ്ങനെയായി? ഫ്രണ്ട് വ്യൂ നോക്കിയേ, ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ, നമ്മൾ കാണുന്നത് ഈ ലൈൻ ആയിരിക്കും. ആദ്യത്തെ 15 സെന്റിമീറ്റർ റൈസ്, നെക്സ്റ്റ് 30 സെന്റിമീറ്റർ വീതിയുള്ള ത്രെഡ്, അടുത്തത് 15 സെന്റിമീറ്റർ റൈസ്, 30 സെന്റിമീറ്റർ ത്രെഡ്, again 15 centimeter rise and 30 centimeter thread, and finally it reaches or meets the basement. ഓക്കെ ആണോ? അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ വരയ്ക്കുക. അതായത് നമ്മൾ റൈസ് ത്രെഡ് 15 വരയ്ക്കുക, 30 എടുക്കുക, again 15 30 15 30, അങ്ങനെ അത് ബേസ്മെന്റിൽ മീറ്റ് ചെയ്യും. ദെൻ ഇപ്പോൾ ഇത്രയും സ്റ്റെപ്പിന്റെ പോർഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലാസ്റ്റ് വരയ്ക്കാനുള്ളത് ഏത് പോർഷനും കൂടിയാണ്? ഈ വോളിന്റെ പോർഷനും പിന്നെ ഫ്ലോറിങ്ങും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു 3 റെക്ടാങ്കിൾസേ വരയ്ക്കേണ്ടി വന്നുള്ളൂ. ബേസ് ലെയർ, ഫൗണ്ടേഷന്റെ ഈ റെക്ടാങ്കിൾ, ദെൻ സ്റ്റെപ്പിന്റെ ഫൗണ്ടേഷന്റെ ഈ ചെറിയൊരു റെക്ടാങ്കിൾ. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പിന്റെ ഫ്രണ്ടിൽ നോക്കിയാൽ കിട്ടുന്ന ആ ഒരു വ്യൂ കാണാം അല്ലേ? ആ ഒരു വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്ന 3 ത്രെഡോട് കൂടിയ ഈ ഒരു പോർഷൻ. ഇനി ഈ ഒരു ബേസ്മെന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഈ പോർഷനും മുകളിലുള്ള പോർഷനും ഈ സൈഡിലുള്ള ഫ്ലോറിങ്ങിന്റെ പോർഷനും വരയ്ക്കാം. ഇനി മുകളിലുള്ളത് വോളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വോളിന്റെ തിക്നെസ് എത്രയാണ്? 30 സെന്റിമീറ്റർ. ബേസ്മെന്റ് തിക്നെസ് എത്രയായിരുന്നു? വിഡ്ത്ത് എത്രയായിരുന്നു? തിക്നെസ് അല്ല, വിഡ്ത്ത് എത്രയായിരുന്നു? 40 സെന്റിമീറ്റർ. ബേസ്മെന്റ് 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ ഒരു സർഫസിൽ നിന്ന് ഒരു 5 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ഇട്ടാൽ, അതായത് ഇവിടെ ചെറിയൊരു 5 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ഇട്ടാൽ 5 പ്ലസ് 30, ഇപ്പുറത്തും ഒരു 5 ഓഫ്സെറ്റ് ഇട്ടാൽ ടോട്ടൽ 40 സെന്റിമീറ്റർ വിഡ്ത്ത് കിട്ടും.
അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 5 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ഇട്ടാൽ നമുക്ക് ഈ വോളിൻ്റെ ലൈന് ഇങ്ങനെ വെർട്ടിക്കലി കാണിക്കാൻ പറ്റും. വോളിൻ്റെ ഒരു 3 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഫുള്ള് കാണിക്കേണ്ടതില്ല, ജസ്റ്റ് ബ്രേക്ക് ഇട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഈ വോളിൻ്റെ പോർഷനും കംപ്ലീറ്റ് ആയി. ഇനി സൈഡിൽ, അതായത് ബേസ്മെൻറ്റ് ടോപ്പ് ലെവലിലാണ് ഈ ലെവലിലാണ് നമ്മുടെ ഫ്ലോർ വരുന്നത് അല്ലേ. അപ്പോൾ ഫ്ലോറിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫ്ലോറിന് എത്രയാണ് മീറ്റർ ഗ്യാപ്പുള്ള ഒരു ലൈൻ വരച്ചു. ഇനി അതിൻ്റെ താഴേക്ക് എത്രയാണ് അതിൻ്റെ കോൺക്രീറ്റ്, ഈ ടൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ ഡെപ്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. സോ 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ഒരു ലൈൻ വരച്ചു. അപ്പം ഇതോടുകൂടി ഇതിൻ്റെ താഴെ നമ്മൾ ശരിക്കും സാൻഡ് ഫില്ല് ചെയ്യുകയാണ് സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും വരച്ചാൽ നിങ്ങളുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഫൈനൽ നിങ്ങൾ വരച്ച് സബ്മിറ്റ് ചെയ്യേണ്ട ഡ്രോയിങ്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രകാരം ബേസ് ലെയർ കാണിച്ചു, ഒരു സെക്ഷണൽ വ്യൂ ആണ്. ബേസ് ലെയർ എന്ന് പറയുമ്പോൾ 80 സെൻറ്റിമീറ്റർ ലെങ്തും 20 സെൻറ്റിമീറ്റർ ഡെപ്തും ഉള്ള ഒരു ലെയർ. ദെൻ അടുത്തത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണ്, 50 സെൻറ്റിമീറ്റർ വിഡ്ത്തും 60 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഈ ഒരു പോർഷൻ. ദെൻ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അടിയിലത്തെ ഫൗണ്ടേഷന്. ദെൻ സ്റ്റെപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് 90 ആയിരുന്നു. ദെൻ പ്ലസ് 10 ഓഫ്സെറ്റ് ഇട്ടിട്ട് ടോട്ടൽ 100 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു നമ്മുടെ ബേസ്മെൻറ്റ് PCC. അതിൻ്റെ തിക്നെസ് 10 സെൻറ്റിമീറ്റർ. ഇതിനിവിടെ 10 സെൻറ്റിമീറ്റർ ആണ് ഓഫ്സെറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസ് ത്രെഡോട് കൂടിയ 3 സ്റ്റെപ്പ്. ദെൻ നമ്മുടെ ബേസ്മെൻറ്റ് ലെവലിലെത്തി. ബേസ്മെൻറ്റ് വീതി 40 സെൻറ്റിമീറ്റർ, ഡെപ്ത് ടോട്ടൽ 60 സെൻറ്റിമീറ്റർ. ദെൻ ഇതിൻ്റെ മുകളിൽ നമ്മുടെ വോളിൻ്റെ തിക്നെസ് 30 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലോറിങ് കൊടുക്കാം. ഫ്ലോറിങ്ങിൻ്റെ ഫ്ലോർ മെറ്റീരിയലിൻ്റെ തിക്നെസ് ആണ് 2 സെൻറ്റിമീറ്റർ. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കോൺക്രീറ്റ് ലെയറിൻ്റെ തിക്നെസ് ആണ് 10 സെൻറ്റിമീറ്റർ. ദെൻ ഇതിൻ്റെ താഴെയുള്ള ഈ ഗ്രൗണ്ട് ലെവലിനും ദെൻ ഈ കോൺക്രീറ്റ് ലെയറിനും താഴെയുള്ള പോർഷന് ദെൻ നമുക്ക് എന്ത് വെച്ച് ഫില്ല് ചെയ്യാം? ദെൻ സാൻഡ് എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട്, സാൻഡ് പോലെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ഈ ഒരു ഡ്രോയിങ്, ഇത് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ മെറ്റീരിയലിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി ബേസ് ലെയറിൻ്റെ മെറ്റീരിയൽ കോൺക്രീറ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൈൻ ഉപയോഗിക്കുക. ഇനി ഫൗണ്ടേഷനും ബേസ്മെൻറ്റും വോളും ബ്രിക്കിൻ്റെ ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മോട്ടാറിൻ്റെ സ്പെസിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. സോ ബ്രിക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൈനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ബേസ് ലെയർ, ഇവിടെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ബേസ് ലെയർ കോൺക്രീറ്റ് ആണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സിമ്പിൾ യൂസ് ചെയ്തു. സ്റ്റെപ്പും ബ്രിക്ക് കൊണ്ടാണ്, ബ്രിക്കിൻ്റെ സിമ്പിൾ യൂസ് ചെയ്തു. ദെൻ ടൈലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടൈലിൻ്റെ സ്പെസിഫിക്കേഷൻ ഏതാണോ അത് ഞാൻ സൈൻ കാണിച്ചിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ഇവിടെ ഡോട്ട് ആയിട്ടുള്ള സൈനാണ് പർട്ടിക്കുലർ ടൈലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ താഴെ കോൺക്രീറ്റ് ഉണ്ട്, കോൺക്രീറ്റിൻ്റെ സിമ്പിൾ യൂസ് ചെയ്തു. ദെൻ ഇതിൻ്റെ താഴെ ഗ്രൗണ്ട് ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ എർത്തിൻ്റെ സൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്. ഇത് നിങ്ങളുടെ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് കറക്റ്റ്, ഇത് നമ്മൾ മാക്സിമം ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെച്ച് നോക്കിയിട്ട് ഡ്രോയിങ് ഷീറ്റിൽ ഏത് സൈസിലാണോ നിങ്ങൾ വരയ്ക്കേണ്ടത് അതിനനുസരിച്ച് സ്കെയിൽ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അതായത് എക്സാക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സൈസിൽ വരച്ചാൽ പ്രസൻറ്റബിൾ ആയിരിക്കില്ല. പ്രസൻറ്റബിൾ ഫോമിൽ സ്കെയിൽ ചെയ്ത് വേണം ഈ ഒരു ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് വരച്ചു നോക്കുക. അപ്പോൾ ഇതിലും ഈ ക്വസ്റ്റ്യനിൽ വോളിൻ്റെ ഡീറ്റെയിൽസ്, ബേസ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ താഴെയുള്ള ബേസ് ലെയറിൻ്റെ ഡീറ്റെയിൽസും ഫ്ലോറിങ്ങിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നിട്ടുണ്ട്. ഇനി എക്സാമിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെയാണ്. അതായത് ഈ ഒരു സ്ലൈഡിൽ നോക്കിയേ, ഇവിടെ എന്താണ് വ്യത്യാസം? നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഫൗണ്ടേഷൻ സ്റ്റെപ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്ഡ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? അതായത് പല ഓഫ്സെറ്റുകളായിട്ട് അല്ലേ, അതായത് ഒരു ലെയർ പല ലെയർ ഓഫ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഞാൻ രണ്ടാമതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറഞ്ഞിരിക്കും, ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കിയാൽ മതി. Successive courses for brick footings for foundation increases by 10 centimeter. അതായത് ഓരോ ലെയറും, അതായത് ഫൂട്ടിങ്ങിൻ്റെ പല ലെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലെയറിനും 10 സെൻറ്റിമീറ്റർ ആണ് തിക്നെസ്. അത് ആ ലെയറിൻ്റെ ലെങ്ത് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത് രീതിയിൽ നിങ്ങൾ ചെറിയ ചെറിയ ഓഫ്സെറ്റ് അസ്യൂം ചെയ്ത് അത് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊന്നും ഈ രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ബേസ് ലെയർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ പോർഷനിൽ കുറച്ച് ഓഫ്സെറ്റ് കൂട്ടി കൊടുക്കാം. ഇനി അടുത്തത് ജസ്റ്റ് വോൾ ഫുഡ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് നിങ്ങൾ ആ ഐസൊലേറ്റ് സ്ട്രക്ചർ ആണ്. റൂഫിന്റെ ബീമിന്റെ ലോഡ് വെർട്ടിക്കൽ സ്ട്രക്ചർ മെമ്പേഴ്സിനെയാണ് ഫൂട്ടിങ്. അങ്ങനെ ഇതില് നിങ്ങൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ കോളം അല്ലെ, ഈ ഒരു പോർഷൻ ആണ് കോളം. കോളത്തിന്റെ അടിയിലെ ഫൂട്ടിങ് പല ടൈപ്പിൽ കൊടുക്കാം. ഈ കേസിൽ സിമ്പിൾ ആയിട്ട് ഒരു കോൺക്രീറ്റിന്റെ ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് വിളിക്കും. കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ എന്ത് വിളിക്കാം? പക്ഷേ ഒരു ഷേപ്പ് അഡോപ്റ്റ് കോപ്പി നോക്കുമ്പോൾ ഈ ഒരു കോളത്തിന്റെ ഈ ഒരു ഷേപ്പ് കാണും. ദെൻ അതിന്റെ പുറമെ ഈ ഫൗണ്ടേഷന്റെ ഈ ഒരു ഷേപ്പ് കാണും. ഇനി സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണെങ്കിലോ ഈ ഒരു കോളം ഇത് കാണും. ദെൻ ഈ ഫൗണ്ടേഷന്റെ ചുറ്റുമുള്ള ദെൻ ആ സ്റ്റെപ്പിന്റെ ഓരോ ബൗണ്ടറിയും കാണാം. ദെൻ സ്ലോപ്ഡ് ഫൂട്ടിംഗ് ആണെങ്കിലോ ആ സ്ലോപ്പിഡ് സർഫസിനെ ഈ ഒരു കോളത്തിന്റെ സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം, അല്ലെങ്കിൽ സർക്കുലർ ആവാം. അത് നോക്കി വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ കേസിൽ ഇതിന്റെ സ്ക്വയർ ഷേപ്പ് ആണ്, ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഫൂട്ടിംഗ് ആണ്. മറ്റേത് മൂന്നാമത്തത് ഇതേതാണ്, സർക്കുലർ ഷേപ്പുള്ള ഫൂട്ടിംഗ് ആണ്. ഇനി സാധാരണ ഈ ഒരു കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ദെൻ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഈ ഒരു സ്ലോപ്ഡ് ഫൂട്ടിംഗ്, ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമായിട്ട് വരിക. റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിന്റെ അല്ലെങ്കിൽ സ്ലോപ്ഡ് ഫൂട്ടിങ്ങിന്റെ കോളം ഫൂട്ടിങ്ങിന്റെ സ്കെച്ച് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കാണിക്കാനായിരിക്കും. അപ്പൊ ഏത് ഫൂട്ടിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ എലിവേഷൻ അല്ലെങ്കിൽ സെക്ഷണൽ എലിവേഷൻ ആയിരിക്കും കൂടുതൽ വരയ്ക്കേണ്ടി വരിക. അതോടൊപ്പം തന്നെ ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് ടോപ്പ് പ്ലാനും. അപ്പൊ സെക്ഷണൽ എലിവേഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എങ്ങനെ ഇരിക്കും? അപ്പോൾ സെക്ഷൻ നോക്കിയേ, ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബേസിൽ ഈ ഒരു ഏറ്റവും ബേസിൽ ജസ്റ്റ് നോക്കിയാൽ മതി ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സ്. ദെൻ അതിൻ്റെ മുകളിൽ ദർ ഈസ് അനദർ റെക്റ്റാങ്കുലർ ബോക്സ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫൂട്ടിങ്ങിനെ ആയിരിക്കും. ദെൻ ഏറ്റവും അതിന് മുകളിലായിട്ട് നമ്മുടെ കോളത്തിൻ്റെ ഹൈറ്റ്. അപ്പം ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഒരു ഈ ഒരു പാറ്റേണിലാണ് ഇത് വരിക. അപ്പം ഇതിൽ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു. പക്ഷെ ഇതിനുള്ളിലുള്ള റെയിൻഫോഴ്സ്മെന്റ് ആണ് ബാക്കി കാണിച്ചിരിക്കുന്ന പോർഷൻ. ഈ റെയിൻഫോഴ്സ്മെന്റ് വരയ്ക്കുന്നത് ഞാൻ പിന്നീട് അടുത്ത സ്ലൈഡിൽ പറയാം. ഇനി സ്ലോപ്ഡ് ഫൂട്ടിങ്ങിന്റെ ഒരു എലിവേഷൻ വരച്ചാൽ എങ്ങനെ വരും? ആദ്യമേ നമ്മുടെ ബേസ് ലെയർ ഇങ്ങനെ, അതിന്റെ മുകളിൽ ചെറിയൊരു ഓഫ്സെറ്റ് ഇട്ടിട്ട് നമ്മുടെ ഫൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫൂട്ടിങ്ങിന്റെ എൻഡിൽ അതിന് ഹൈറ്റ് കുറവാണ്, പക്ഷെ എഡ്ജിലേക്ക് വരുംതോറും ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ദെൻ അതുകൊണ്ട് അതായത് ഒരു സ്ലോപ്ഡ് സർഫസ് ആണ് ഇവിടെ കിട്ടുന്നത്. ദെൻ നേരെ വെർട്ടിക്കലായിട്ട്. അപ്പം നിങ്ങൾ ഫൂട്ടിങ്ങിന്റെ ഈ ഒരു ഔട്ടർ പോർഷന് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഉള്ളിലുള്ള റെയിൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്റ്റീൽ ബാറിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ആ സ്റ്റീൽ ബാറിന്റെ ഡീറ്റെയിൽ ആ ഡിസ്റ്റൻസിനെയാണ് അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഡാർക്ക് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് ഇത് കോൺക്രീറ്റിന്റെ ഔട്ടർ സർഫസ് ആണ്. ഈ ഒരു തിൻ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് റെയിൻഫോഴ്സ്മെന്റിന്റെ ഔട്ട്ലൈൻ ആണ്.
അപ്പം ഈ കോൺക്രീറ്റിന്റെ ഔട്ടർ സർഫസും ദെൻ സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റിന്റെ സർഫസും തമ്മിൽ ചെറിയൊരു ഹൊറിസോണ്ടൽ അപ്പൊ ഈ കവറില് ജസ്റ്റ് നോക്കുക, ഇതാണ് ഈ യെല്ലോ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ കോൺക്രീറ്റിന്റെ സർഫസ്. അപ്പൊ റെയിൻഫോഴ്സ്മെന്റ് ബാറിലേക്ക് കോൺക്രീറ്റ് സർഫസ് ചെയ്യുന്ന ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദെൻ ഈ സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റിന്റെ സർഫസിലേക്ക് എക്സ്പോസ് ചെയ്താലുള്ള സിറ്റുവേഷൻ ഈ താഴത്തെ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ഇറോഡ് ചെയ്ത് പോവും, അങ്ങനെ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് തന്നെ നഷ്ടമാവും. അപ്പം ആയതിനാൽ നമ്മൾ എപ്പോഴും കോൺക്രീറ്റിന്റെ സർഫസ് വരച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ്, അതായത് കവറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വേണം ഉള്ളിൽ റെയിൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് വരച്ചു തുടങ്ങാൻ. ഇനി നിങ്ങൾക്ക് കോളം റെയിൻഫോഴ്സ്മെന്റിനെ പറ്റി ഒന്നും അധികം, കോളം ഫൂട്ടിങ്ങിനെ പറ്റി അധികം ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് അതിനെ നമ്മൾ ഒരു കോളം, ഐസൊലേറ്റഡ് കോളത്തിന്റെ ഫൂട്ടിങ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ആദ്യമേ എക്സ്കവേറ്റ് ചെയ്യുന്നു. ദെൻ എക്സ്കവേറ്റ് ചെയ്ത ഗ്രൗണ്ടിൽ നമ്മൾ അടുത്ത് അതിന് മുകളിലായിട്ട് PCC ഇടുന്നു. PCC എന്ന് വെച്ചാൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ്. റെയിൻഫോഴ്സ്മെന്റ് സ്റ്റീൽ ബാർ ഇടുന്നില്ല. അതിൽ കൂടുതൽ അഗ്രിഗേറ്റിന്റെ മെറ്റലിന്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും, 40 mm സൈസുള്ള അഗ്രിഗേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത ആ ഒരു എക്സ്കവേറ്റഡ് പിറ്റിന്റെ സെയിം ലെങ്തിലും വീതിയിലും ഒരു ചെറിയ തിക്നെസ്സിൽ 10-15 സെന്റിമീറ്റർ തിക്നെസ്സിൽ കോൺക്രീറ്റിന്റെ ഒരു ലെയർ ഇടും. അത് നമ്മൾ ആ ഒരു ഫേം ലെവൽ ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. അതിലാണ് നമ്മുടെ ഫൂട്ടിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി PCC ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഫൂട്ടിങ്ങിന്റെ റെയിൻഫോഴ്സ്മെന്റ് ബാർസ് ഇടണം. അപ്പോൾ ഫൂട്ടിങ്ങിന്റെ റെയിൻഫോഴ്സ്മെന്റ് ബാർസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ശരിക്കും ഒരു മെഷ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഷേപ്പിലാണ്, സ്റ്റീൽ മാറ്റ്, റെയിൻഫോഴ്സ്മെന്റ് മാറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. മാറ്റ് ഷേപ്പിലാണ്, ഈ രീതിയിലാണ് വരുന്നത് ഫൂട്ടിങ്ങിന്റെ റെയിൻഫോഴ്സ്മെന്റ്. ദെൻ ഈ ഒരു വെർട്ടിക്കൽ ആയിട്ട് പോകുന്നത് കോളത്തിന്റെ റെയിൻഫോഴ്സ്മെന്റ് ആണ്. ദെൻ കോളത്തിന്റെ വെർട്ടിക്കൽ ലോഞ്ചിറ്റ്യൂണൽ ബാർ നിങ്ങൾക്ക് കാണാം. ഈ ബാർ നമുക്ക് നോക്കിയറിയാം, ഈ L ഷേപ്പിൽ ഇവിടെ ബെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർ ബോണ്ടിങ്ങിന് വേണ്ടി L ഷേപ്പിൽ ഇവിടെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ലോഞ്ചിറ്റ്യൂണൽ ബാറിനെ ടൈ ചെയ്തിട്ട് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഈ ഒരു സ്റ്റീൽ ബാർ കാണാം. ഇതിനെ നമ്മൾ സ്റ്റിറപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെയിൻഫോഴ്സ്മെന്റിന്റെ ഈ ഒരു റെയിൻഫോഴ്സ്മെന്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഈ റെയിൻഫോഴ്സ്മെന്റ് കുറച്ചും കൂടെ ലോഡ് എടുക്കുന്ന സ്ട്രക്ചർ ആയതുകൊണ്ട് ഫൂട്ടിങ്ങിന്റെ റെയിൻഫോഴ്സ്മെന്റ് 2 ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒറ്റ ലെയർ ഓഫ് ഫൂട്ടിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കിയറിയാം, നമ്മൾ ഫൂട്ടിങ്ങിന്റെ റെയിൻഫോഴ്സ്മെന്റ് ഇടുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും സ്റ്റീൽ ബാർ ഇങ്ങനെ മെഷ് പോലെ ഇട്ട് കൊടുക്കുകയാണ്. ദെൻ അതിൽ നിന്നാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് അതിന്റെ സെന്ററിൽ L ഷേപ്പിൽ വളച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ റെയിൻഫോഴ്സ്മെന്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് പോർ ചെയ്ത് ഇതിനെ ഒരു ഫൂട്ടിംഗ് ആയിട്ട് നമുക്ക് ഫൈനലി മാറ്റാൻ പറ്റും. അപ്പോൾ ഫൈനലി ഒരു ഫൂട്ടിങ്ങിന്റെ ഷേപ്പ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി സപ്പോസ് ഈ ഒരു നമ്മുടെ കോളത്തിന്റെ ഷേപ്പ് സ്ക്വയറോ റെക്ടാങ്കിളോ ഒന്നും അല്ല, സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ ദെൻ ഈ മുകളിലേക്ക് പോകുന്ന ലോഞ്ചിറ്റ്യൂണൽ ബാറിനെ ടൈ ചെയ്യാൻ വേണ്ടി മറ്റടുത്ത് സ്റ്റിറപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ റിങ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡ്രോയിങ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഒരു കോളം ഫൂട്ടിങ്ങിൻ്റെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കാണാൻ വേണ്ടി ഈ ഒരു ഫിഗർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ വ്യൂവും നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ കാണും. ഇത് റെയിൻഫോഴ്സ്മെന്റ്, ഫൂട്ടിങ്ങിന്റെ റെയിൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് കാണുന്ന ഒരു പ്ലാൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇത് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു സെക്ഷൻ ആണ്, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സെക്ഷണൽ എലിവേഷൻ. ഓക്കെ ആണോ? ദെൻ നമുക്ക് ഇതിന്റെ പ്ലാൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നേരെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വരയ്ക്കാൻ പറ്റുന്ന എന്താണ്, ഈ ഒരു ഫൂട്ടിങ്ങിന്റെ ഔട്ടർ ആണല്ലേ. ഈ ഫൂട്ടിങ്ങിന്റെ ഔട്ടർ അതിന്റെ സൈസ് തന്നിട്ടുണ്ടാവും. ആദ്യമേ ഫൂട്ടിങ്ങിന്റെ ഔട്ടർ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ വരയ്ക്കുക. പിന്നെ അകത്ത് കാണുന്ന എന്താവും, നേരെ അകത്ത് ഈ കോളത്തിന്റെ ഔട്ടർ സർഫസ് കാണാൻ പറ്റും. അപ്പൊ അതാണ് കോളത്തിന്റെ ഔട്ടർ സർഫസ് നടുക്ക് റെപ്രസെന്റ് ചെയ്ത് വരച്ചു. ഇനി റെയിൻഫോഴ്സ്മെന്റ് വരയ്ക്കണം. ടോപ്പിൽ നിന്നാണ് നോക്കുന്നത്. ടോപ്പിൽ നോക്കുമ്പോഴത്തേക്കും X ഡയറക്ഷനുള്ള ബാറാണ് ഇത്, Y ഡയറക്ഷനുള്ള ബാറാണ് ഇത്. X ഡയറക്ഷനുള്ള ബാറിനെ നമ്മൾ എങ്ങനെയായിരിക്കും, ഒരു ലൈൻ പോലെയായിരിക്കും കാണുക. അപ്പൊ അതാണ് ഈ വരച്ചിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട്. Y ഡയറക്ഷനുള്ള ബാറിനെയും ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ ആയിട്ടായിരിക്കും കാണുക. അതാണ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ബാറ്, വെർട്ടിക്കൽ ബാറ്, ഇതെല്ലാം കൂടെ ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റിന്റെ ഈ ഒരു എഡ്ജിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പോർഷനിലുള്ള ബാറ് മുകളിൽ നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ ഇതിവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും.
അപ്പം ഈ ഒരു മെഷ് വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് എളുപ്പമാണ്. ഒരു കോൺസ്റ്റന്റ് സ്പേസിങ്ങിൽ ഈ ഒരു മെഷ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ കോളത്തിൻ്റെ ഔട്ടർ സർഫസ് വരച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇനി ആദ്യം വരയ്ക്കാൻ പറ്റുന്ന ഏതാണ്? ഈ ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ബാറിൻ്റെ പുറമേയുള്ള ഈ സ്റ്റിറപ്പാണ്. അപ്പോൾ ആ സ്റ്റിറപ്പിനെയാണ് നമ്മളിങ്ങനെ റെക്ടാങ്കുലർ ഷേപ്പിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇനി സ്റ്റിറപ്പിൻ്റെ ഉള്ളിൽ ഓരോ കോർണറിലും എന്തുണ്ട്? ഓരോ റെയിൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെക്ഷണൽ വ്യൂ നോക്കുവാണെങ്കിലോ, സെക്ഷണൽ വ്യൂ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ നോക്കുമ്പോഴത്തേക്കും ഈ എക്സ് ഡയറക്ഷനുള്ള ബാറ് ലെങ്ത് ആയിട്ട് ഇങ്ങനെ കാണും, ഒരു ലൈനായിട്ട് കാണും. ദെൻ ഇതിനെ ബെൻഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷനാണ് വെർട്ടിക്കലായിട്ട് ഈ സൈഡിൽ കാണുന്നത്. ദെൻ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഓരോ പോർഷനും എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ വെർട്ടിക്കലായിട്ട് ആ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന അത്രയും ലെങ്ത് കാണാൻ പറ്റും. ഇനി സപ്പോസ് ബെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ബാർ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു ബാറിൻ്റെ എൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബാറിൻ്റെ എൻഡിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ആയിരിക്കും കാണുക. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ രീതിയിൽ ക്രോസ് സെക്ഷൻ സർക്കുലർ ഷേപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇനി മെയിൻ ബാറിൻ്റെ ഈ ഒരു കോളൻ ബാറിലേക്ക് നോക്കുവാണെങ്കിലോ, ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ആണ്. ലോഞ്ചിറ്റ്യൂണൽ ബാർസിൻ്റെ എൻഡിൽ നമുക്ക് ഇവിടെ എൽ ഷേപ്പിൽ ഒടിച്ചു കൊടുത്തിട്ടില്ല. മിക്കവാറും എൽ ഷേപ്പിലേക്ക് കൂടെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനെ ടൈ ചെയ്യാൻ വേണ്ടി സ്റ്റിറപ്പ് ഇവിടെ നമ്മളങ്ങനെ കോൺസ്റ്റന്റ് സ്പേസിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പേസിങ് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വരയ്ക്കേണ്ടതുള്ളൂ ഒരു കോളം ഫൂട്ടിങ്ങിന്. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സാധാരണ ഈ ഒരു രീതിയിലാണ് ചോദിക്കുക. പ്രിപ്പയർ ദ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഓഫ് RCC ഫൂട്ടിങ് ഗീവൺ ദ ഫോളോയിങ്. കോളത്തിൻ്റെ സൈസ് 30 സെൻറ്റിമീറ്റർ. ഫൂട്ടിങ്ങിൻ്റെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഫൂട്ടിങ്ങിൻ്റെ സൈസാണ് തന്നിരിക്കുന്നത് 160 സെൻറ്റിമീറ്റർ ബൈ 160 സെൻറ്റിമീറ്റർ നീളവും വീതിയുമാണ് തന്നിരിക്കുന്നത്. ഇനി ഫൂട്ടിങ്ങിൻ്റെ അടിയിൽ ഒരു കോൺക്രീറ്റിൻ്റെ ലെവലിംഗ് കോഴ്സ് ഉണ്ട്. അത് 10 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ളതാണ്. ഇനി ഫൂട്ടിങ്ങിൻ്റെ ഡെപ്ത് കോളത്തിൻ്റെ ഫേസിൽ, അതായത് ഈ ഒരു ഫേസിലെ ഡെപ്ത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ എഡ്ജിലേക്ക് പോകുന്തോറും ഡെപ്ത് എത്രയായി മാറി? 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇത് നമ്മളെ ഒരു സർഫസ് വരയ്ക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി റെയിൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് വരയ്ക്കാൻ വേണ്ടി എന്താണ്? റെയിൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് വരയ്ക്കാൻ വേണ്ടിയുള്ള ഡേറ്റയാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതിൽ ഫൂട്ടിങ്ങിൽ 14 സ്റ്റീൽ ബാർ ഉണ്ട് 10 mm. ദെൻ 2 ഡയറക്ഷനിലും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉണ്ട്. അങ്ങനെ ഒരു മെഷ് ഫോം ചെയ്യും. ഇനി കോളത്തിന് നിങ്ങൾക്ക് റെയിൻഫോഴ്സ്മെന്റ് അസ്യൂം ചെയ്യാം. ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ് മിക്കവാറും സ്ക്വയർ കോളം ആണെങ്കിൽ, റെക്ടാങ്കുലർ കോളം ആണെങ്കിൽ മിനിമം 4 എണ്ണം അസ്യൂം ചെയ്യുക. സർക്കുലർ കോളം ആണെങ്കിൽ മിനിമം 6 എണ്ണെങ്കിലും അസ്യൂം ചെയ്യുക. ഇനി മെയിൻ റെയിൻഫോഴ്സ്മെന്റ് സ്റ്റിറപ്പിൻ്റെയും കോളം സ്റ്റിറപ്പിൻ്റെയും ഒക്കെ സ്റ്റീൽ ബാറിൻ്റെ ഒക്കെ ഡേറ്റ വരയ്ക്കാനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്കെച്ച് ദ ഷേപ്പ് ഓഫ് ദി മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആൻഡ് സ്റ്റിറപ്പ് ഇൻ ദി കോളം ആൻഡ് ബാർസ് ഇൻ ദി ഫൗണ്ടേഷൻ മാറ്റ്. മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഉദ്ദേശിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡനൽ കോളത്തിൻ്റെ റെയിൻഫോഴ്സ്മെന്റ് ആണ്. സ്റ്റിറപ്പ് ഉദ്ദേശിക്കുന്നത് അതിനെ ടൈ ചെയ്ത് 4 എഡ്ജോട് കൂടിയ പോർഷനാണ്. അപ്പോൾ അതും മെയിൻ റെയിൻഫോഴ്സ്മെന്റ് സ്റ്റിറപ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സ്യൂട്ടബിളി അസ്യൂം ചെയ്യാം. റെയിൻഫോഴ്സ്മെന്റ് മാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇനി ഒരു ഇതാണ് നിങ്ങളെ ഒരു ഔട്ടർ വ്യൂ, ഒരു ജസ്റ്റ് വ്യൂ കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ കോളം, ദെൻ അതിൻ്റെ താഴെയുള്ള ഫൂട്ടിങ്ങിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴെയുള്ള ഒരു ബേസ് ലെയർ നമ്മൾ ഇട്ടിട്ടേ ഫൂട്ടിങ് തുടങ്ങാറുള്ളൂ. ദെൻ ഫൂട്ടിങ്ങിൻ്റെ സൈസ് 160 ആണ്. അപ്പോൾ അതിനേക്കാളും കൂട്ടി 2 സൈഡിലേക്കും ഒരു 10 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ഇട്ടിട്ടാണ് ഞാൻ ബേസ് ലെയർ കൊടുത്തത്. അപ്പോൾ ബേസ് ലെയറിന് ടോട്ടൽ ലെങ്ത് എത്രയാണ്? 180 സെൻറ്റിമീറ്റർ. അതിന് ബേസ് ലെയറിൻ്റെ തിക്നെസ് 10 സെൻറ്റിമീറ്റർ അത് ക്വസ്റ്റ്യനിൽ കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഡ്രോയിങ്ങിലേക്ക് പോകുമ്പോൾ ആദ്യമേ എന്താണ് ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? ഫൗണ്ടേഷൻ, നമ്മുടെ മാറ്റിൻ്റെ അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ റെയിൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫൂട്ടിങ്ങിൻ്റെ സൈസ് 160 ഉണ്ട്. ദെൻ 160 ബൈ 160 ആണ്, അത് വരയ്ക്കുക. പിന്നെ ടോപ്പിൽ നോക്കുമ്പോഴത്തേക്കും ദെൻ കോളത്തിൻ്റെ ആ ഒരു ഡയമെൻഷനും കൂടെ കാണും 30 ബൈ 30. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് വരയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ റെയിൻഫോഴ്സ്മെന്റ് ആണ്. ഇനി റെയിൻഫോഴ്സ്മെന്റ് വരയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു റെയിൻഫോഴ്സ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോൺക്രീറ്റിന്റെ സർഫസ് ചെയ്യുന്ന ചെറിയ ഡിസ്റ്റൻസ് ഇടണം അല്ലേ. അപ്പോൾ ഫൂട്ടിങ്ങിന്റെ കേസിൽ കോൺക്രീറ്റിന്റെ സർഫസ് ചെയ്യുന്ന ഔട്ടർ സർഫസ് ചെയ്യുന്ന സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് വരെ ഇടേണ്ട ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കവർ എന്ന് പറയുന്ന മിനിമം 5 സെന്റിമീറ്റർ എങ്കിലും ഇടുക. സോയിലുമായിട്ട് ഡയറക്റ്റ് എക്സ്പോസർ ആണെങ്കിൽ ഒരു 7 സെന്റിമീറ്റർ എങ്കിലും ഇടാം. അപ്പോൾ ഈ കേസിൽ ഞാൻ 5 സെന്റിമീറ്റർ ഒരു ഇത് ഇട്ടിട്ട് ഒരു ഉള്ളിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് റെയിൻഫോഴ്സ്മെന്റ് മാറ്റ് ഇടാനുള്ള പോർഷനാണ്. ദെൻ ഇതിന്റെ പുറത്തുള്ള ഈ ഒരു ഡിസ്റ്റൻസ് പുറത്തുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് കോൺക്രീറ്റിന്റെ ഔട്ടർ സർഫസ് നമ്മൾ 30 ബൈ 30 സെന്റിമീറ്റർ വരച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കവർ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ദെൻ എന്ത് വരയ്ക്കുക? റെയിൻഫോഴ്സ്മെന്റിന്റെ ആ ഒരു പ്ലെയിൻ കാണിക്കുക.
ദെൻ കോളത്തിന്റെ കേസിൽ 4 സെന്റിമീറ്റർ ആണ് ഞാൻ കവറായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ സ്യൂട്ടബിളി അസ്യൂം ചെയ്യുന്നതാണ്, എല്ലാ ഡേറ്റയും ക്വസ്റ്റ്യനിൽ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ കവർ ഇവിടെ ഫൂട്ടിങ്ങിന് 5 സെന്റിമീറ്ററും കോളത്തിന് കവർ എത്രയാണ് 4 സെന്റിമീറ്റർ. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെയിൻഫോഴ്സ്മെന്റ് ബാർ പറഞ്ഞിട്ടുണ്ട്. റെയിൻഫോഴ്സ്മെന്റ് ബാറിന്റെ 14 നമ്പേഴ്സ് ഓഫ് സ്റ്റീൽ ബാർസ് പ്ലേസ് ചെയ്യണമെന്ന് വെച്ചിരുന്നു. അപ്പം 14 നമ്പേഴ്സ്, അതായത് റെയിൻഫോഴ്സ്മെന്റിന്റെ ഈ ഒരു ഇതിനുള്ളിൽ 14 കമ്പികൾ എണ്ണി നോക്കിയാൽ അറിയാം 14 നമ്പേഴ്സ് ഉണ്ട്. y ഡയറക്ഷനിലും സെയിം ഡയമെൻഷൻ ആണ്, അതുകൊണ്ട് y ഡയറക്ഷനിലും എത്രയുണ്ട് 14 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ദെൻ കോളം വരുന്ന ഈ പോർഷനിൽ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടതില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റെയിൻഫോഴ്സ്മെന്റ് മാറ്റിന്റെ റെയിൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് 14 റെയിൻഫോഴ്സ്മെന്റ് ബാർസ് ഇങ്ങനെ എണ്ണി വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് അറിയുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കഴിക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റീൽ ബാർ ഈസ് ഈക്വൽ ടു ആ സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ഇടേണ്ട ലെങ്ത്. ഇവിടെ നമ്മൾ സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ഇടേണ്ട ലെങ്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫൂട്ടിങ്ങിന് 160 ആയിരുന്നു. ഞാൻ 5 സെന്റിമീറ്റർ ആണ് രണ്ട് സൈഡിലും കവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ മിച്ചമുള്ള ലെങ്ത് എത്രയാണ് 150 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 150 സെന്റിമീറ്ററിലാണ് നമ്മുടെ സ്റ്റീൽ ബാർ ഇടേണ്ട ലെങ്ത്. ദെൻ നമ്മൾ സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നമ്പർ ഓഫ് സ്റ്റീൽ ബാർ ക്വസ്റ്റനിൽ എത്ര തന്നിട്ടുണ്ട് 14 തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് 150, സ്പേസിങ് അൺനോൺ ആണ്, +1 ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്ര സ്റ്റീൽ ബാർ വേണം 14. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ദാറ്റ് ഈസ് എ സ്പേസിംഗ് ബിറ്റ്വീൻ ദ സ്റ്റീൽ ബാർസ് നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ സ്പേസിംഗ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഈക്വൽ സ്പേസിംഗിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു സെക്ഷണൽ എലിവേഷൻ ആണ് ഇനി വരയ്ക്കേണ്ടത്. ഇനി സെക്ഷണൽ എലിവേഷൻ വരയ്ക്കാൻ വേണ്ടി, അതായത് ഒരു നടുക്കൂടിയുള്ള ഒരു സെക്ഷൻ എ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുക. ഇതാണ് നിങ്ങളുടെ ഫൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന പ്ലാൻ. ഇനി സെക്ഷൻ്റെ എലിവേഷൻ കാണിക്കാൻ വേണ്ടി ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊജക്ഷൻ ലൈൻസ് ഉപയോഗിച്ച് ഇനി നമുക്ക് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഫൂട്ടിങ് മാത്രമേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ബേസ് ലെയർ ടോട്ടൽ ലെങ്ത് 180 ആണ്. ഓഫ്സെറ്റ് നമ്മൾക്ക് ഇവിടെ 10 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബേസ് ലെയർ വരയ്ക്കുക. ബേസ് ലെയർ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് റെയിൻഫോഴ്സ്മെന്റിനെ പ്രൊജക്റ്റ്, അതായത് റെയിൻഫോഴ്സ്മെന്റിന്റെ പൊസിഷന് അതുപോലെ തന്നെ ഫൂട്ടിങ്ങിന്റെ പൊസിഷനും ഈ സെക്ഷനിൽ നിന്ന് പ്ലാനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഡ്രാഫ്റ്റ് വെച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഫൂട്ടിങ്ങിന്റെ സൈസ് വരയ്ക്കുകയാണ്. ഫൂട്ടിങ്ങിന്റെ സൈസ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഔട്ടർ എഡ്ജിൽ 20 സെന്റിമീറ്റർ, ദെൻ ഇന്നർ കോളത്തിന്റെ ഫേസിൽ 40 സെന്റിമീറ്റർ. അപ്പോൾ ഔട്ടർ ഫേസിൽ ഇവിടെ എത്ര വരണം 20 സെന്റിമീറ്റർ, ഇന്നർ ഫേസിൽ വരുമ്പോഴത്തേക്കും എത്ര വരണം 40 സെന്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണ് 20 സെന്റിമീറ്റർ ഔട്ടർ എഡ്ജിലെ ഹൈറ്റ്, 40 സെന്റിമീറ്റർ ഇന്നർ എഡ്ജിലെ ഹൈറ്റ്. അപ്പോൾ ഈ രണ്ട് ഹൈറ്റും കൂടെ നമ്മൾ കണക്ട് ചെയ്താൽ എന്ത് കിട്ടും, ആ ഒരു സ്ലോപ്പിംഗ് സർഫസ് കിട്ടും. ഇനി ഇത് ഔട്ടർ എഡ്ജിലെ, ഇത് 40 സെന്റിമീറ്റർ ഇന്നർ എഡ്ജിലെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ജസ്റ്റ് ഒരു സ്ലോപ്പിംഗ് സർഫസ് ആയിട്ട് കാണിക്കുക. ഇനി ഇപ്പോൾ നമ്മുടെ കോളത്തിന്റെ ഔട്ടർ സർഫസ് കൂടിയായി. ഇനി റെയിൻഫോഴ്സ്മെന്റിനെ ജസ്റ്റ് ഇതിലേക്ക് നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ സെക്ഷണൽ ഡീറ്റെയിൽ നോക്കുമ്പോൾ ഈ എക്സ് ഡയറക്ഷനിലിട്ട ഈ സ്റ്റീൽ ബാറിനെ ലെങ്ത് വൈസ് ഇവിടെ ആയിരിക്കും കാണുക. ഇനി എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് അതുകൂടെ കാണിക്കുക. ഇനി ഈ ഒരു വൈ ഡയറക്ഷനിലിട്ട ബാർ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കൊടുക്കാത്ത കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് സ്റ്റീൽ ബാർ ഇവിടുന്ന് ഇവിടെ വരെ ജസ്റ്റ് ഡയറക്റ്റ് പോവാണ്, എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റീൽ ബാറിന്റെ എൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും നിങ്ങൾ കാണുക. അപ്പോൾ ആ ക്രോസ് സെക്ഷൻ നമുക്ക് എന്തായിട്ട് കാണാം, ഇവിടെ സർക്കുലർ ഷേപ്പിൽ കാണാം. അപ്പോൾ സ്റ്റീൽ ബാറിന്റെ പൊസിഷന് ഇനി നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കി മാർക്ക് ചെയ്യേണ്ട, ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് ഈ ഒരു റെഡ് ലൈന് പ്രൊജക്ഷൻ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റെയിൻഫോഴ്സ്മെന്റിന്റെ പോയിന്റ്സ്, റെയിൻഫോഴ്സ്മെന്റ് ഓരോ അതിന്റെ ക്രോസ് സെക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വൈ ഡയറക്ഷനുള്ള, എക്സ് ഡയറക്ഷനുള്ളതാണ് ഈ ഒരു ലെങ്ത് വൈസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ റെയിൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു. ഇനി കോളത്തിന്റെ റെയിൻഫോഴ്സ്മെന്റിലേക്ക് പോവാം. കോളത്തിന്റെ റെയിൻഫോഴ്സ്മെന്റ് നിങ്ങൾക്ക് അറിയാം, വെർട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റീൽ ബാറാണ്. ദെൻ അതിന്റെ പൊസിഷൻ വേണമെങ്കിൽ താഴെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങ് എടുക്കാം. അപ്പോൾ ഇതാണ്. അപ്പോൾ ടോട്ടൽ ആ ഒരു സ്റ്റീൽ ബാർ അതേ ലൈനിൽ ജസ്റ്റ് വരയ്ക്കുക, താഴേക്ക് എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇനി ഈ വെർട്ടിക്കൽ ബാർ വരച്ചു കഴിഞ്ഞാൽ ഇനി സ്റ്റിറപ്പ് വരയ്ക്കണം. സ്റ്റിറപ്പിന് ഇടയിലുള്ള 15 സെന്റിമീറ്റർ ഗ്യാപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടത്തിൽ നിന്ന് 15 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ മതി. കാരണം സ്റ്റിറപ്പ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോലെ നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ അത് വരച്ചാൽ ഇതും സ്റ്റിറപ്പും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നമ്മുടെ എലിവേഷൻ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അതായത് പ്ലാൻ അടിയിൽ നമ്മുടെ സെക്ഷന് മുകളിലേക്ക്. ഇനി ഈ ഒരു ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞ റെഫറൻസ് ടെക്സ്റ്റിലെ ഡ്രോയിങ് ആണ്. ഇതിൽ ഈ ഒരു ബെൻഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഈ ഓൾ ഷേപ്പിൽ മെയിൻ റെയിൻഫോഴ്സ്മെന്റും ഈ മാറ്റും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും ഗ്യാപ്പില്ല, ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ടൈ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഇല്ലാതെ ഞാൻ വരച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി വരച്ച് നോക്കാൻ വേണ്ടി ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യനും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കുക. ഇനി കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വ്യത്യാസം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 കോളത്തിന് അല്ലെങ്കിൽ 2ൽ കൂടുതൽ കോളത്തിന് ഒരു ഫൗണ്ടേഷൻ ആണ് കൊടുക്കുക. ഇപ്പൊ പറഞ്ഞത് ഒരു കോളത്തിന് ഒരു ഫൗണ്ടേഷൻ ആണ് അല്ലേ. ഇതിൽ 2 കോളത്തിന് ഒരുമിച്ചൊരു ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഈ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കേണ്ട 3 സിറ്റുവേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങുകൾ, അതായത് കോളത്തിൻ്റെ 2 അടുത്തുള്ള കോളത്തിൻ്റെ അടിയിലുള്ള ഫൂട്ടിങ്ങുകൾ ഓവർലാപ്പ് ചെയ്തു വരുന്ന സിറ്റുവേഷൻ, സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഫൂട്ടിംഗ് ഏരിയ ഇൻക്രീസ് ചെയ്തു വരുന്ന സിറ്റുവേഷൻ. പിന്നെ വേറെ 3ാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോളത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറിയുടെ അടുത്താണ്. അതുകൊണ്ട് ഫൂട്ടിങ്ങിനെ നമുക്ക് ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കേസിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കും. ഇനി കോളത്തിന്റെ ലോഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുക? കുറച്ചും കൂടെ കമ്പൈൻഡ് ഫൂട്ടിങ്ങിന് ഒരു ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങിന്റെ ഷേപ്പിലേക്ക് കൊടുക്കും. അതായത് ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. ഒരു 2 കോളത്തിന്റെ റെയിൻഫോഴ്സ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ റെയിൻഫോഴ്സ്മെന്റിന്റെ 2 കോളത്തിനുണ്ട്, 2 കോളത്തിനും കൂടെ ഒരു ഫൂട്ടിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു 3D വ്യൂ ഹെൽപ്പ് ചെയ്യും. ഇത് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള, ആദ്യം കാണിച്ചിരിക്കുന്ന റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. ഈ 2 കോളത്തിനും കൂടി ഒരു ഫൂട്ടിങ്. ആ ഫൂട്ടിങ്ങിന്റെ ഷേപ്പ് എന്താണ്? റെക്ടാങ്കുലർ ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കും? റെക്ടാങ്കുലർ ഫൂട്ടിംഗ് എന്ന് വിളിക്കും. ഈ കേസിലോ ഈ 2 കോളത്തിനും കൂടെ ഈ ഒരു ഫൗണ്ടേഷൻ മാറ്റും, ആ ഒരു ഫൂട്ടിങ്ങേ ഉള്ളൂ. ഈ ഫൂട്ടിങ്ങിന്റെ ഷേപ്പ് എന്താണ്? ട്രപ്പിസോയിഡൽ ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കും? ട്രപ്പിസോയിഡൽ ഫൂട്ടിങ് എന്ന് വിളിക്കും. ഇനി ഈ ഒരു ഫൂട്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഫൂട്ടിങ്ങിന്റെ മുകളിൽ 2 കോളം വരയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ 2 കോളത്തിന്റെ ലൊക്കേഷൻ ഉണ്ടാവും. ജസ്റ്റ് ഞാൻ ആ മാറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഫിഗറൊന്നും അല്ല, ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമാണ്. ദെൻ ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫൂട്ടിങ്ങിന്റെ മാറ്റ്. ഈ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൽ ഈ മോളിലും, അതായത് പിങ്ക് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന പോലെ താഴെയും ഈ ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന പോലെ മോളിലും ഫൗണ്ടേഷനിൽ മാറ്റിൽ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കാറുണ്ട്. അതായത് 2 മെഷ് ഉണ്ട്. നമ്മൾ ആദ്യം വരച്ചതിനകത്ത് ഒറ്റ മെഷേ കൊടുത്തുള്ളൂ. അപ്പൊ ഇതിൽ മിക്കവാറും കമ്പൈൻഡ് ഫൂട്ടിങ്ങിലെല്ലാം 2 മെഷ് കൊടുക്കാറുണ്ട്. അതായത് ഫൂട്ടിങ്ങിന്റെ ഏറ്റവും ബോട്ടത്തിലും അതുപോലെ തന്നെ അതിന്റെ ടോപ്പിലും. ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. ക്വസ്റ്റ്യനിൽ പറയാറുണ്ട് ബോട്ടം റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ഡയറക്ഷനിലും, X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും വേണമെന്ന് പറയും. ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് ഒരു ഡയറക്ഷനിൽ മാത്രം മതി എന്ന് പറയും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടോപ്പ് റെയിൻഫോഴ്സ്മെന്റും ബോട്ടം റെയിൻഫോഴ്സ്മെന്റും 2 ഡയറക്ഷനിൽ വേണമെന്നുണ്ടാവും, ചിലയിടത്ത് ഒരു ഡയറക്ഷനിൽ മാത്രം മതി എന്നുണ്ടാവും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. അപ്പോൾ ഈ റെയിൻഫോഴ്സ്മെന്റിന്റെ കാര്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ നോക്കുവാണെങ്കിൽ അറിയാം, ഇതാണ് നിങ്ങളുടെ ബോട്ടം റെയിൻഫോഴ്സ്മെന്റ്, ഇതാണ് നിങ്ങളുടെ ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ്. ഈ കാര്യം മാത്രം ഈ ഒരു ഡ്രോയിങ്ങിൽ നിന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ക്വസ്റ്റ്യന് ഈ ഒരു പാറ്റേണിലാണ് തന്നിട്ടുണ്ടാവുക. അതായത് ഡ്രോ ദ പ്ലാൻസ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് അറ്റ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി കമ്പൈൻഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ്. ഇല്ലേ, റെക്ടാങ്കുലർ ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു പോർഷൻ ആണ്. ഈ ഫൂട്ടിങ്ങിന്റെ ടോപ്പിലും ബോട്ടത്തിലും റെയിൻഫോഴ്സ്മെന്റ് ബാർ കാണിക്കണം. ദെൻ ആഡ് എ ക്രോസ് സെക്ഷൻ ത്രൂ ദ ബീം. ഇത് പ്ലാൻ മാത്രം വരച്ചാൽ മതിയോ? ഡ്രോ ദ പ്ലാൻ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ടോപ്പ് ആൻഡ് ബോട്ടം, അത് വരയ്ക്കണം. കൂടാതെ 3ാമത് എന്ത് വരയ്ക്കണം? ആഡ് എ ക്രോസ് സെക്ഷൻ ത്രൂ ദ കോളം. കോളത്തിൽ കൂടെയുള്ള, കോളത്തിന് നടുക്കൂടെ പാസ് ചെയ്യുന്ന ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുക. ആ ക്രോസ് സെക്ഷന്റെ ഡീറ്റെയിൽസ് അത് വരയ്ക്കാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇത്രയും തന്നിട്ടുണ്ട്. ഓവറോൾ സൈസ് ഓഫ് ദി ഫൂട്ടിങ്, അതായത് ഓവറോൾ സൈസ് ഓഫ് ദി ഫൂട്ടിങ്, ഈ ഫൂട്ടിങ്ങിന്റെ സൈസ് എത്രയാണ്? നീളവും വീതിയും തിക്നെസ്സും അല്ലെ. ഈ സൈസിന്റെ ഫൂട്ടിങ്ങിന്റെ ലെങ്ത് 500 സെന്റിമീറ്റർ, വിഡ്ത്ത് 200 സെന്റിമീറ്റർ. ദെൻ കോളത്തിന്റെ സൈസാണ് 40 സെന്റിമീറ്റർ 4x40 സെന്റിമീറ്റർ, അതായത് സ്ക്വയർ കോളമാണ്. ഇനി ഈ കോളത്തിന്റെ ഇടയിലുള്ള സ്പേസിങ് 300 സെന്റിമീറ്റർ. കോളത്തിന്റെ സെന്റർ തൊട്ട് അടുത്ത കോളത്തിന്റെ സെന്റർ വരെയാണ്, സെന്റർ ടു സെന്റർ ആണ്, അതാണ് C/C എന്നിട്ടിരിക്കുന്നത്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഈസ് 300 സെന്റിമീറ്റർ.
ഇനി കോളത്തിലെ റെയിൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ കോളത്തിലെ മെയിൻ ബാർ 16 mm ഡയമീറ്ററിന്റെ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഉണ്ട്, 8 നമ്പേഴ്സ് ഉണ്ട്. ദെൻ അതിനെ ടൈ ചെയ്ത് 8 mm ഡയമീറ്റർ ഉള്ള സ്റ്റിറപ്പ് ഉണ്ട്. സ്റ്റിറപ്പ് കൊടുത്തിരിക്കുന്നത് 15 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിലാണ്. ഇനി ഫൂട്ടിംഗ് സ്ലാബിന്റെ തിക്നെസ്, അതായത് ഈ സ്ലാബിന്റെ നീളവും വീതിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് ഈ 60 സെന്റിമീറ്റർ. ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് ബാർ, ഇനി നമ്മൾ വരയ്ക്കേണ്ട ഇത് ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് ബാറും ബോട്ടം റെയിൻഫോഴ്സ്മെന്റ് ബാറും വരയ്ക്കേണ്ടതുണ്ട്. ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് ബാറിന്റെ നമ്പറാണ് 13 നമ്പേഴ്സ് ഉണ്ട്. ദെൻ along the length. ദെൻ ബോട്ടം റെയിൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ 16 mm ബാറാണ്, 4 എണ്ണമാണ്, 4 numbers along the lengthും 10 numbers across the lengthും ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ നമുക്ക് സ്പേസിങ് നമുക്ക് സ്യൂട്ടബിളി അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇവിടെ 3 ഡ്രോയിങ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡ്രോ ദ പ്ലാൻ ഓഫ് ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ്, ഡ്രോ ദ പ്ലാൻ ഓഫ് ബോട്ടം റെയിൻഫോഴ്സ്മെന്റ് ആൻഡ് ഓൾസോ ഡ്രോ എ ക്രോസ് സെക്ഷൻ ത്രൂ ദ കോളംസ്. അപ്പം നമുക്ക് ഓരോ ഡ്രോയിങ്ങിലേക്കും എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പൊ ആദ്യമേ പ്ലാൻ ഓഫ് ദി ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് അത് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് എന്താ വരയ്ക്കേണ്ടി വരുന്നത്? ആദ്യമേ ഫൂട്ടിംഗ് ആണ് ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്നത്. ഫൂട്ടിങ്ങിന്റെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 500 സെന്റിമീറ്റർ. വിഡ്ത്ത് ഇവിടെ എത്രയാണ് വരയ്ക്കേണ്ടത്? 200 സെന്റിമീറ്റർ. ദെൻ അടുത്ത കോളത്തിന്റെ പൊസിഷൻ തന്നിട്ടുണ്ടാവും. ദെൻ ഫൂട്ടിങ്ങിന്റെ ടോട്ടൽ 500 സെന്റിമീറ്റർ ആണ്. കോളത്തിന്റെ സെന്റർ ടു സെന്റർ, ഇതിന്റെ നടുക്ക് വരെയുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 300 ആണ്. ദെൻ ഇതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 300 ആണെങ്കിൽ ബാക്കി കോളത്തിന്റെ സൈസ് 40 ആണ്. അപ്പം ഇതിന്റെ സെന്ററിൽ നിന്ന് കോളത്തിന്റെ എഡ്ജ് വരെയുള്ളത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആ റിമൈനിങ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ, അതായത് ഞാൻ ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് ഫിഗർ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് ഫിഗർ വരയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം വരയ്ക്കേണ്ടത് ഈ ഔട്ട്ലൈൻ ആണ്. ടോട്ടൽ 500 ആണ്. ദെൻ ഇതിന്റെ വീതി 200 ആണ്. ദെൻ ഈ ഒരു കോളത്തിന്റെ സൈസ് എന്ന് പറയുമ്പോൾ 40 ആണ്. ദെൻ ഈ കോളത്തിന്റെ സൈസും 40 ആണ്. ഇതിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ സെന്റർ വരെയുള്ളത് എത്രയാണ്? 300 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോളത്തിന്റെ എഡ്ജ് ടു എഡ്ജ് എത്ര വരും? 260 വരും. ദെൻ കോളത്തിന്റെ 40. ദെൻ റിമൈനിങ് ലെങ്ത് എത്ര വരണം? അപ്പം 80 വരണം. അതായത് ടോട്ടൽ 500 കിട്ടാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ നമുക്ക് കോളത്തിനെ ഇങ്ങനെ സ്പേസ് ചെയ്യാം. ആദ്യമേ ഫസ്റ്റ് ഈ ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുക, 500 by 200. ദെൻ അതിൻ്റെ ഉള്ളിൽ ഈ 2 കോളം വരയ്ക്കണം. ആ കോളം വരയ്ക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ്. അതിൽ നിന്ന് എഡ്ജ് ടു എഡ്ജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് 40 സെന്റിമീറ്റർ ഈ ഒരു കോളം പ്ലേസ് ചെയ്യാൻ വേണ്ടി. ദെൻ മിച്ചം എത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എഡ്ജിൽ നിന്ന് കൊടുക്കണമെന്ന് നോക്കുക. അപ്പോൾ ടോട്ടൽ 500 ആണ്. 260 + 40 + 40 ആഡ് ചെയ്തിട്ട് മിച്ചമുള്ളത് 160 കിട്ടും. അതിൻ്റെ ഹാഫ് ഇവിടെ, അതിൻ്റെ ഹാഫ് ഇപ്പുറത്തെ സൈഡിൽ. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ടോട്ടൽ എത്രയാണ്? ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയായിരുന്നു? 200 ആയിരുന്നു അല്ലേ? ഇപ്പൊ നടുക്കുള്ളത് ഈ ഒരു കോളത്തിന്റെ സൈസ് എത്രയാണ്? 40. അപ്പോൾ 40 ആണെങ്കിൽ മിച്ചം എത്രയുണ്ട്? ഇനി 160 കൂടി ഉണ്ട്. 160യുടെ ബാക്കി 80 ഇപ്പുറത്ത് കൊടുക്കുക, 80 മറു സൈഡിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ കോളത്തിന്റെ പ്ലേസിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ടോപ്പ് റെയിൻഫോഴ്സ്മെന്റിൽ പറഞ്ഞു എക്സ് ഡയറക്ഷനിൽ മാത്രമേ ബാറുള്ളൂ. അപ്പൊ ആ എക്സ് ബാറുകൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ദെൻ മറ്റേ ബോട്ടം റെയിൻഫോഴ്സ്മെന്റ് കേസിലോ എക്സ് ഡയറക്ഷനിലും ഉണ്ട്, വൈ ഡയറക്ഷനിലും ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ എങ്ങനെയാണ്? 4 ഹൊറിസോണ്ടൽ ബാർ മാത്രമേ ഉള്ളൂ, 1 2 3 and 4. ദെൻ വൈ ഡയറക്ഷനിലോ 10 റെയിൻഫോഴ്സ്മെന്റ് ബാർ കേസിൽ 10 നമ്പേഴ്സ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ബാർ വൈ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പേസിങ് നടുക്ക് നമ്മൾ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്പേസിങ് നമുക്ക് കൂടുതൽ മൊമെന്റ് വരുന്നത് ഈ ഒരു ഏരിയയിലായതുകൊണ്ടാണ് ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഫേസിങ് കുറച്ചത്. ഇനി ടോപ്പ് റെയിൻഫോഴ്സ്മെന്റ് കേസിൽ നിങ്ങൾ നോക്കിയറിയാം ഓൾട്ടർനേറ്റ് ബാർസ് മാത്രമേ ഇതിന്റെ ലെങ്ത് കുറവാണ്. അത് ശരിക്കും ആ ബാറ് ബെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഫുൾ ലെങ്ത് അവിടെ ഉണ്ട്. ആ ബോർഡ് ഈ ഒരു പോർഷനിൽ മൊമെന്റ് കൂടുതൽ വരുന്നത് കൊണ്ട് ഈ ഒരു പോർഷനിലാണ് കൂടുതൽ റെയിൻഫോഴ്സ്മെന്റ് വരുന്നത്. ഇതിന്റെ സെക്ഷണൽ വ്യൂ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു സെക്ഷൻ കോളത്തിൽ കൂടിയുള്ള ഒരു സെക്ഷൻ എടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ നമുക്ക് ബേസ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ലെങ്ത് ഉണ്ട്, ഡെപ്ത് ഉണ്ട്, 2 കോളത്തിന്റെ സ്പേസിംഗ് ഉണ്ട്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ റിമൈനിങ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇത്രയുമാണ് ബ്രീഫായിട്ട്
ഈ ഒരു കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സ്ലൈഡിൽ മറ്റേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സ്ലൈഡിൽ ആഡ് ചെയ്തിരിക്കാം. ഇത് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ദെൻ കോളർ ഫൂട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ചോദിക്കുന്ന ഐസൊലേറ്റഡ് കോളർ ഫൂട്ടിങ് യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിലെ പ്രാക്ടീസ് പ്രോബ്ലംസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഹലോ, ഏതാ? എന്താ പറഞ്ഞു? മിസ്സിന്റെ ഇത് എന്റേത് അടുത്തടുത്ത് വെച്ചോണ്ടാണ്. അല്ല, ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് പോവാം. മിസ് അതിന് പറഞ്ഞു. ഇത് ക്ലിയർ ആണോ? അല്ല, ഞാൻ ഫോൺ എടുത്ത് അങ്ങോട്ട് പോവാം. കുഴപ്പമില്ല. ക്ലിയർ ആയിരിക്കും. ഹലോ, 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 ജ്യോതിസ്. ഹലോ ജ്യോതിസ്. ഹലോ ടീച്ചർ. ഹലോ, കേൾക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പലതും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ചാറ്റ് വഴി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പ്ലിന്ത് ലെവൽ എന്താണെന്നുള്ളത്. ഓക്കെ. പ്ലിന്ത് ലെവല് ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിരുന്നു. അതിൽ നമ്മുടെ ബേസ്മെൻറ്റ്, അതായത് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ മുറ്റത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഫ്ലോർ ലെവൽ വരെയുള്ള ഒരു ഹൈറ്റ് ഉണ്ടാവും അല്ലേ? അതായത് ജസ്റ്റ് പൊങ്ങിയാണ് നമ്മുടെ ബിൽഡിങ് കുറച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇരിക്കുക. അപ്പം ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ഈ ഒരു ഹൈറ്റ്, അതിനെയാണ് നമ്മൾ പ്ലിന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ ബേസ്മെൻറ്റ്. ഈ ബേസ്മെൻറ്റ് അതായത് നമ്മുടെ വോൾസിൽ നിന്ന് കുറച്ച് അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് പൊങ്ങിയാണ് അല്ലേ? അപ്പോൾ ആ ബേസ്മെൻറ്റിൻ്റെ ഏറ്റവും ഔട്ടർ എഡ്ജ്, അതിനെയാണ് നമ്മൾ പ്ലിന്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അതായത് ഫ്ലോർ ലെവലിലേക്ക് വരുമ്പോൾ ബേസ്മെൻറ്റിൻ്റെ ആ ടോപ്പ് ലെവൽ, അതാണ് നമ്മുടെ പ്ലിന്ത് ലെവൽ. ആ ബേസ്മെൻറ്റിൻ്റെ അപ്പോൾ ടോപ്പ് ഔട്ടർ എഡ്ജിനെ നമ്മൾ എന്ത് വിളിക്കും? പ്ലിന്ത് എന്ന് വിളിക്കും. ആ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റിനെ നമ്മൾ പ്ലിന്ത് ഹൈറ്റ് എന്നുകൂടി വിളിക്കും. ഹലോ, ഹലോ, ഹലോ. സെഷൻ കുറച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ചതിന് ഓരോന്നിനും ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എങ്കിലും വളരെ ലളിതമായ രീതിയിൽ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ജ്യോതിസ് ടീച്ചർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മികച്ച രീതിയിൽ നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്തു തന്ന ജ്യോതിസ് ടീച്ചറിനുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് എന്നെ സഹായിച്ച പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ടി സന്തോഷ് കുമാർ സർ, ട്വിറ്ററിലെ എല്ലാ സ്റ്റാഫും, പ്രത്യേകിച്ച് സുനിൽ കുമാർ സാറ്, എൻ്റെ ജോയിൻറ്റ് കോർഡിനേറ്റേഴ്സായ പെരിന്തൽമണ്ണ പോളിയിലെ ലെക്ചറേഴ്സായ ഡോക്ടർ ജംഷദ് നസ്രി ചാലിം, ലിൻസി ക്രിസ്റ്റി ഡി എന്നിവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ജ്യോതിസ്. താങ്ക് യു മാഡം. ഹലോ.
വൈൻഡപ്പ് ചെയ്യാം.